Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഈ രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? 4 നാളായാലും നാറ്റം വമിച്ചാലും യേശു കൂടുണ്ട്. യേശു കൂടുണ്ട്. യേശു കൂടുണ്ട്. യേശു കൂടുണ്ട്. അഗ്നിയിൽ ഇറങ്ങി അവൻ കൂടെ നടക്കുവാൻ സർവശക്തനാണ്. 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 സ്വന്തം ജീവനെ നൽകി അതിനപ്പുറമായ ഒരു സ്നേഹമില്ല. ഇന്ന് പകൽ ആ സ്നേഹത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു. എല്ലാവരും കൈവിടുക. ലോകത്തിലെ പ്രതീക്ഷകൾ അസ്തമിക്കപ്പെടും.
യേശു അല്ലാതെ ആരുമില്ല ഈ ഭൂമിയിൽ ആശ്രയിക്കുവാൻ. ലോകത്തിലുള്ളതെല്ലാം നഷ്ടമാകുമ്പോൾ, ലോകത്തിലുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴും, ലോകക്കാർ കൈവിടുമ്പോഴും, ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോകുമ്പോൾ യേശുവല്ലാതെ ആശ്രയിക്കാൻ ആരുമില്ല. യേശുവല്ലാതെ ആരുമില്ല. യേശുവല്ലാതെ ആരുമില്ല. ഇന്ന് പകൽ ആ കരങ്ങളിലൊന്ന് മുറുകെ പിടിക്കാൻ കഴിയും. ഇന്ന് പകൽ ഈ രാത്രിയിലെ കരങ്ങളെ ഒന്ന് മുറുകെ പിടിക്കാൻ കഴിയും. ഈ രാത്രിയിലെ കരങ്ങളെ ഒന്ന് മുറുകെ പിടിക്കാം. ഇന്ന് പകൽ കരങ്ങളെ ഒന്ന് മുറുകെ പിടിക്കാം. യേശു നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ല. യേശു നിങ്ങളെ കൈവിടത്തില്ല. യേശു നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. യേശു നിങ്ങളെ മറക്കത്തില്ല. ഹല്ലേലൂയ. ആരെല്ലാം കൈവിട്ടാൽ യേശു നിങ്ങളെ കൈവിടത്തില്ല. നമ്മുടെ സ്വർഗീയ പിതാവ്, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർത്താവ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. വാക്കുമാറുന്ന ദൈവമല്ല. ലോകത്തിലുള്ളതെല്ലാം ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകില്ല. ലോകക്കാർ ഞങ്ങളെ ദുഷിച്ചാലും ഇന്ന് പകൽക്കാലം കർത്താവ് നീയാണ് ഞങ്ങളുടെ ആശ്രയം. അങ്ങ് ഞങ്ങളെ കൈവിടത്തിൽ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്ത ദൈവമാണ്. ഈ രാത്രിയിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് സ്തുതിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കാൽവറിയിലെ ആ സ്നേഹത്തെ ഇന്ന് രാത്രിയിലും ഓർക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തെ ഇന്ന് രാത്രികാലം ഓർക്കുന്നു. അപ്പൊ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങിൽ ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങിൽ ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്ലീസ് ബി സീറ്റഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും ദൈവിക ആലോചനയോടുകൂടും ദൈവം നമുക്ക് തന്ന നിയോഗപ്രകാരം, കർത്താവ് തന്ന ദൈവിക നിയോഗപ്രകാരമാണ് നമ്മൾ ഇങ്ങനൊരു പ്രാർത്ഥന മീറ്റിംഗ് ക്രമീകരിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കിയത്. ഇന്ന് രാവിലത്തെ സെഷനിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ. ആളുകളുടെ പെരുപ്പമല്ല, പക്ഷെ കടന്നു വന്ന വ്യക്തികളിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എരിവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവരാജ്യത്തിൽ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു പാപിയുടെ മാനസാന്തരത്തെ സ്വർഗം ദൂതന്മാർ വരെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ഈ പരിശ്രമം, നമ്മുടെ ഈ ശ്രമം, നമ്മുടെ ഈ ആരാധന, നമ്മുടെ ഈ സമർപ്പണം, നമ്മുടെ ഈ പ്രാർത്ഥന, ഹല്ലേലൂയ സ്തോത്രം, ഒരു വ്യക്തിയെ നേടുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിലെ സകലതും നേടുന്നതിനേക്കാൾ ഉപരിയായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് സന്ധ്യത്തിൽ ഇന്ന് രണ്ടാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ സുരേഷ് ബാബു പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. വളരെ തിരക്ക് പിടിച്ച ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ ഡേറ്റ്സ് കിട്ടുവാൻ വളരെ പ്രയാസം. ഹല്ലേലൂയ സ്തോത്രം. വളരെ റിക്വസ്റ്റ് ചെയ്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ വലിയൊരു ഒരു കരുണയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക സ്പെസിഫിക് ടൈം കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം അദ്ദേഹം ആന്ധ്രയിലാണ്. ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് വീണ്ടും പോവുകയാണ്. കണ്ടിന്യൂ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസൻ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വളരെ വേഗത്തിൽ നമുക്ക് ദൈവദാസനിലേക്ക് കൈമാറുവാനുണ്ട്. വളരെ നല്ലൊരു കൊയർ നമുക്ക് ഉണ്ട്. എല്ലാത്തിനും ആത്മാവിൽ സമർപ്പിച്ച് വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ കടന്നു വന്നതുപോലെ ഒഴിഞ്ഞ പാത്രമായിട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ മതിയാവനാണ്. ആ ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ രണ്ട് കരങ്ങളും തട്ടി നിങ്ങൾ സ്വീകരിച്ചാട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
പിന്നെയും ഒരിക്കൽ കൂടെ ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ഈ മീറ്റിങ്ങിനായി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ ദൈവത്തിൻ്റെ ദാസൻ, ഈ ചർച്ചിൻ്റെ ലീഡർഷിപ്പ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു കേരള പ്രീച്ചർ അല്ല എങ്കിലും നാളെ നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ PC ചെറിയാൻ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന് തുല്യനാണ്. സോ അദ്ദേഹം വളരെ 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 നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിന് ഞാൻ കടന്നു വന്നത്. അല്ലാതെ സാധാരണ നിലയിലുള്ള മലയാളികളുടെ മീറ്റിങ്ങിൽ, പ്രത്യേകിച്ച് ഞാനൊരു മലയാളിയാണ്, താമസിക്കുന്നത് തിരുവനന്തപുരത്തുമാണ്. ഇൻവിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടോ ആരും വിളിക്കാത്തത് കൊണ്ടോ അല്ല, പക്ഷേ കേരളത്തിൽ ഞാൻ വരത്തില്ല. അതിന് എൻ്റേതായ നല്ല റീസൺസ് ഉണ്ട്. റോങ് റീസൺസ് അല്ല, വളരെ റൈറ്റായിട്ടുള്ള നല്ല കാരണങ്ങളുണ്ട്. അങ്ങനെ 23 വർഷത്തോളമായി ഞാൻ കേരളത്തിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദിവദാസനാണ്. എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ ഫാസ്റ്റൊക്കെ വരുമ്പോൾ കുഞ്ഞ് ഓട്ടോറിക്ഷ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ എങ്ങനെയെങ്കിലും സ്തോത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ദിവദാസനാണ്. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ദൈവകൃപയാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, കർത്താവിനെ നമുക്ക് വേണം, കർത്താവിനെ നമ്മുടെ മധ്യത്തിൽ ഇറക്കി നിർത്തണം എന്ന് പറഞ്ഞ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അവിടെ ആത്മാക്കൾ കൂടി വരും, അവിടെ സഭകൾ വളരും. സഭകൾ വളരുന്നത് കഴിഞ്ഞ 34-35 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ 18-ാമത്തെ വയസ്സിലാണ് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത്. 17-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അളവിൽ അതിശക്തമായി ഗംഭീരമായി വടക്കേന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ കൃപയാൽ ആത്മാക്കൾ സ്തോത്രം അതേ സഭയിലേക്ക് കടന്നു വരികയാണ്. നാളെ നിർമ്മൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് തെലങ്കാനയിൽ. അവിടെ ഞാൻ ശുശ്രൂഷിക്കുക. 12,000 വിശ്വാസികളാണ് ആ ചർച്ചിലുള്ളത്. അവരുടെ സ്പെഷ്യൽ മീറ്റിംഗാണ്. സ്തോത്രം. ഏതോ ഞാൻ വലിപ്പമെന്നല്ല പറയുന്നത്, അത് കേരളത്തിലും സാധ്യമാണ്. അത് മല്ലപ്പള്ളിയിൽ സാധ്യമാണ്. അത് നിങ്ങളിലൂടെ സാധ്യമാണ്. നിങ്ങളിലൂടെ ദൈവം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മിനിമം അല്ല, നമ്മുടെ കാഴ്ചപ്പാട് ദൈവത്താൽ മാക്സിമം ആയിരിക്കട്ടെ. കൂടാരത്തിൻ്റെ നടുവിൽ ഒരു കുട്ടിയെന്ന് കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിനെ ദൈവം മാറ്റി. കൂടാരത്തിൽ നിന്ന് അവനെ കൈക്ക് പിടിച്ച് ദൈവം പുറത്തേക്ക് ഇറക്കി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ എന്നുള്ള ഒരു പുതിയ പിക്ചർ, പുതിയൊരു ചിത്രം ദൈവം അവനെ കാണിച്ചു കൊടുത്തു. അതുവരെ മാനുഷികമായി താൻ ചിന്തിച്ചത് ഒരു കുഞ്ഞെന്നാണ്. മിനിമം ഒന്ന് മതി. മിനിമം ചിന്തിച്ചവന് ദൈവം മാക്സിമം എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നു. സോ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി, നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കളുടെ ഉടമസ്ഥനാകുന്ന കർത്താവ് ദൈവകൃപയാൽ ആത്മാക്കളെ രക്ഷിക്കും. സായതിലേക്കായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. മല്ലപ്പള്ളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേശമാണ്. എൻ്റെ ഒരു സ്വന്തം സഹോദരിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രീതി ജോസഫ് എൻ്റെ അഡ്വക്കേറ്റാണ്. അവർ ഇവിടെ അടുത്ത് അവരുടെ വീടാണ്. അതായത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ഭക്തി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, ഒരു കൈ ഇല്ലാത്ത ഒരു നല്ല സഹോദരൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പ്രീതി ജോസഫ്. അങ്ങനെയുള്ളതായ ചില പ്രിയപ്പെട്ടവരുണ്ട്. അവർ തിരുവനന്തപുരം ക്രൈസ്റ്റ് സെൻ്ററിൽ ഞങ്ങളെ പൈനിയർ മെമ്പേഴ്സിൽ ഒരാളാണ്. ഓക്കെ, എങ്കിലും ഈ രാത്രി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഈ പ്രാരംഭ രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ മനസ്സുകളെ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ ഒരു പ്രിപ്പറേറ്ററി സെഷനായിട്ട് ഇന്ന് രാത്രി, പ്രിപ്പറേറ്ററി രാത്രിയായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ചലിക്കുമാറാകട്ടെ. ദേവദാസൻ പറഞ്ഞതുപോലെ ആൾക്കാരുടെ വലിയ വലിപ്പമല്ല, പകരം സ്തോത്രം ഈ
നമുക്കിങ്ങനെ പറയാം, ഈ കമ്പോളം നോക്കി ചരക്കിറക്കുന്നതിൻ്റെ പേര് ബിസിനസ് എന്നാണ്. ഒരിക്കൽ കൂടെ പറയാം, കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല, കാരണം അവർ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം. കമ്പോളം നോക്കി, മാർക്കറ്റ് നോക്കി ചരക്കിറക്കുന്നത് ബിസിനസ്സാണ്, ശുശ്രൂഷ ബിസിനസ്സല്ല. അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടെ, ശുശ്രൂഷ എന്തല്ല? ബിസിനസ്സല്ല. എന്ത് കിട്ടും എന്ന് പറഞ്ഞ് വരുന്നതല്ല ശുശ്രൂഷ, എന്ത് പ്രാപിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വരുന്നതിൻ്റെ പേരാണ് ശുശ്രൂഷ. ഓക്കെ, അതുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട ദൂതിൻ്റെ 60% 80% അല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, 100% കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളോട് കൈമാറുവാൻ വേണ്ടി പോകുകയാണ്. അല്ലാതെ തല എണ്ണി ചരക്കിറക്കുന്നതല്ല, ഞാൻ വീണ്ടും പറയട്ടെ, ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ഗംഭീരമായി നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവുള്ള എല്ലാ യോഗങ്ങളും മഹായോഗങ്ങളാണ്. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ചോദിച്ച്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദൈവത്തോട് ചോദിച്ച്, കർത്താവേ എന്നോട് സംസാരിക്കണമേ. നല്ലവനും വിശ്വസനമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ കർത്താവ് നൽകി, പരിശുദ്ധാത്മാവിൻ്റെ ചാലും ചലനവും ഈ ഹാളിൽ വെളിപ്പെടുന്ന നല്ല കൊയറിനെ, നല്ല ശബ്ദത്തെ, നല്ല ഗാനങ്ങളെ കർത്താവ് തന്നുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് തണുപ്പിച്ചാട്ടെ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ മൂടുമാറാകട്ടെ. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ ഉദിക്കുമാറാകട്ടെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. സകല ഇരുളിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ദൈവമായ സാത്താൻ്റെ സകല ക്രിയകളെ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. ഫ്രീഡം, 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 ഫ്രീഡം ഓവർ ദിസ് പ്ലേസ്. ദൈവിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ദൈവിക സ്വാതന്ത്ര്യം എല്ലാ കുഞ്ഞുങ്ങളിൽ, എല്ലാ മുതിർന്നവരിൽ ഒരുപോലെ വ്യാപരിക്കപ്പെടട്ടെ. ഒരുപോലെ വ്യാപരിക്കപ്പെടട്ടെ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. 2 വേദഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ഒന്ന്, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നും, മറ്റൊന്ന് സ്തോത്രം എബ്രായ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെ. എബ്രായർ 12, 14 മുതൽ 16 വരെ വായിക്കുന്നതിന് മുൻപ് ആദ്യം നാം വായിക്കേണ്ടത് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം, 15-ാം അധ്യായം, പുറപ്പാട് 15, 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 15, 22 മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂൻ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം വായിച്ചേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. മതി. അവൻ ആ വൃക്ഷത്തെ എടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരം ആയി തീർന്നു. കടന്നു വന്നേ എബ്രായ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെ. ശബ്ദമുയർത്തി ഒരുമിച്ച് വായിച്ച്, എല്ലാവരും ഒരുമിച്ച് വായിച്ച്, എല്ലാവരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ മലിനപ്പെടുകയും ആരും
ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. റെഡിയാണല്ലോ? നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം ഇത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ഒരാളിനെ ദൈവം തള്ളി. അവൻ്റെ പേരാണ് ഏശാവ്. ദൈവം ഏശാവിന് കൊടുക്കാത്ത അനുഗ്രഹം ആർക്ക് കൊടുത്തു? യാക്കോബിന് കൊടുത്തു. ജ്യേഷ്ഠന് കൊടുക്കാത്തത് ദൈവം അനുജന് കൊടുത്തു. വേദപുസ്തകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ നമ്മൾ നോക്കുമ്പോൾ ചിലരെ ദൈവം ബൈപ്പാസ് ചെയ്തു, ചിലരെ ദൈവം തഴഞ്ഞു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അത് ഞാൻ ആവർത്തിക്കുന്നു, ബൈപ്പാസ് ചെയ്തു. എല്ലാവരും ആദ്യം വിചാരിച്ചത് കയീനായിരിക്കുമെന്നാണ്. പക്ഷെ കയീനെ ദൈവം ബൈപ്പാസ് ചെയ്ത് ഹാബേലിനെ അനുഗ്രഹിച്ചു. വീണ്ടും അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് വന്നേ, അവിടെ ഇഷ്മായിലിനെ ദൈവം ബൈപ്പാസ് ചെയ്ത് ആരെ അനുഗ്രഹിച്ചു? പറ. ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അതുപോലെ യഹൂദന്മാരെ ബൈപ്പാസ് ചെയ്തിട്ട് ദൈവം ജാതികളാകുന്ന പുതിയ നിയമ സഭയെ ദൈവം അനുഗ്രഹിച്ചു. സോ ഇതേപോലെ ഇസഹാക്കിൻ്റെ വീട്ടിലും സംഭവിച്ചു. സ്തോത്രം. ഏശാവിനെ ബൈപ്പാസ് ചെയ്തിട്ട് ദൈവം സ്തോത്രം യാക്കോബിനെ അനുഗ്രഹിച്ചു. പിന്നത്തേതിൽ യാക്കോബ് ഇസ്രായേലായി ഇന്നും ദൈവകൃപയാൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാഷ്ട്രം ഏതാണ്? ഇസ്രായേൽ തന്നെയാണ്. ഇന്നും പരാജയപ്പെടുത്താൻ ലോകരാജ്യങ്ങൾ വിഷമിക്കുന്നതായ രാജ്യം ഏതാണ്? ഇസ്രായേൽ തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം കണ്ടതാണ്, 6 യുദ്ധമുഖമാണ് ഒരേ സമയത്ത് അവർ തുറന്നത്. 6 യുദ്ധമുഖം സ്തോത്രം അവർ തുറന്നു. ഒരു 6 ദിശകളിൽ അവർ ശത്രുക്കളോട് പൊരുതുകയാണ്. ഏത് രാജ്യത്തിനാണ് അങ്ങനെ 6 യുദ്ധമുഖം ഒരേ സമയത്ത് പൊരുതി? ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികള് സ്തോത്രം എന്ന് തുടങ്ങി എല്ലാ അറബ് രാജ്യങ്ങൾക്കെതിരെ 6 യുദ്ധമുഖങ്ങൾ തുറന്ന് സ്തോത്രം അത് യുദ്ധം ചെയ്ത് ദൈവകൃപയാൽ ശത്രുവിനെ നിലംബരജാക്കിയ ആ ജനം ദൈവം അവർക്ക് അനുകൂലമായത് കൊണ്ടാണ് അവർ ദൈവകൃപയാൽ നിൽക്കുന്നത്. അവരുടെ കാര്യം എന്തിനു പറയുന്നു? നിങ്ങൾ നിൽക്കുന്നത്, സഹോദര സഹോദരി, നീ തകർന്നു പോകാതെ നിൽക്കുന്നത് ദൈവം നിനക്ക് അനുകൂലമായത് കൊണ്ടാണ്, അല്ല നമ്മളെ കരുത്ത് കൊണ്ടല്ല. അപ്പോൾ യാക്കോബിനെ സ്തോത്രം അല്ല ഏശാവിനെ ദൈവം ബൈപ്പാസ് ചെയ്ത് ഏശാവിനെ തഴഞ്ഞിട്ട് ദൈവം സ്തോത്രം യാക്കോബിനെ അനുഗ്രഹിച്ചു. ഏശാവിനെ തടയാനുള്ള ഒരു കാര്യമായി അതിന് മുൻപ് ഉള്ള വാക്യത്തിൽ പറയുന്നു, വല്ല കയ്പും വല്ലവരിലും മുളച്ചിട്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്ത് മുളച്ചിട്ട്? കയ്പ്. എല്ലാവരും പറഞ്ഞ മക്കളെ, എന്താണ് കയ്പ്? നമ്മൾ കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്, ദ ബാറ്റിൽ എഗൻസ്റ്റ് ദ ബിറ്റർനെസ്. കയ്പിനെതിരെയുള്ള പോരാട്ടം, യുദ്ധം, കയ്പിനെതിരെയുള്ള പോരാട്ടം. അപ്പോൾ ഏറ്റവും വളരെ ശക്തമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് പറവാനുള്ളത്, എന്നോട് പറവാനുള്ളത്, നമ്മോട് പറവാനുള്ളത്, നിന്റെ ഹൃദയത്തിൽ കയ്പ് പാടില്ല. നിന്റെ മനസ്സിൽ കയ്പിരിക്കരുത്. കയ്പിരുന്നാൽ എന്ത് സംഭവിക്കും? ഒരു ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതായ ഒരു ഏശാവിനെ പോലെ, ഒരു ദുർനടപ്പുകാരനെ പോലെ, ഒരു കഠിനമായ പാപം ചെയ്ത് ഒരുവൻ തകർക്കപ്പെടുന്നത് പോലെ, ഒരു ദുർനടപ്പുകാരനെ ദൈവം എങ്ങനെയാണോ തടയുന്നത്, ഒരു പിന്മാറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു പാപി എങ്ങനെയാണോ ദൈവം തടയുന്നത്, ഏശാവ് എങ്ങനെയാണോ തടയപ്പെട്ടത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏശാവ് തടയപ്പെട്ടതുപോലെ, ദുർനടപ്പുകാരൻ തടയപ്പെടുന്നത് പോലെ, ഒരു കഠിനമായി പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരുവനെ വിശുദ്ധനായ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ, സെയിം കാറ്റഗറിയിൽ പറയുകയാണ്, സെയിം ലിസ്റ്റിൽ പറയുകയാണ്, കയ്പുള്ളവനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. കയ്പുള്ളവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. കയ്പുള്ളവനെ ദൈവത്തിന് മാനിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കയ്പെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കയ്പെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് ദൈവസഭയിൽ, മക്കളെ വേണ്ട, ദാറ്റ്സ് ഓക്കെ, താങ്ക്സ് ഡാ, സ്തോത്രം. ഇന്ന് ദൈവസഭയിൽ എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്ന ഒരു പൊതുവായ ഒരു പരിപാടിയാണ് കയ്പ് എന്ന് പറയാം. അല്പം കുറച്ച് വെച്ചോ ഹൗൾ ചെയ്യുന്നെങ്കിൽ, നോ പ്രോബ്ലം, ഓക്കെ, സ്തോത്രം. എല്ലാവരിലും പൊതുവായി വ്യാപിക്കുന്ന ഒരു കാര്യമാണ് കയ്പ്. ദേവദാസന്മാരെന്ന് പറഞ്ഞാൽ
പലരെയും എനിക്കറിയാം, അവർ ജീവിക്കുന്നത് കയ്പിലാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. എനിക്ക് ചിലരെ വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് സ്തോത്രം ഈ ജാതികൾ, ഈ ജനത്തെ കണ്ടിട്ടിരിക്കില്ലയോ? നമ്മളെക്കാളും ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നവർ വാണിക്കൂറോളം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. നമ്മളെക്കാളും ഉപവസിക്കുന്നവർ ഭയങ്കരമായിട്ട് ഉപവസിക്കും. നമ്മളെക്കാളും ബൈബിൾ അറിയാവുന്നവർ നമുക്കൊന്നും ഒരു ചുക്കും അറിയത്തില്ല. അവരൊക്കെ ഭയങ്കര മർമ്മങ്ങളും ഭയങ്കര ജ്ഞാനങ്ങളും ഒക്കെ പറയുന്നവർ. പക്ഷെ അവരുടെ ലൈഫിൻ്റെ, അവരുടെ ശുശ്രൂഷയുടെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ പൂജ്യ. അവരുടെ ശുശ്രൂഷ നോക്കുമ്പോൾ, അവരുടെ സഭകൾ നോക്കുമ്പോൾ സഭകൾ വളരുന്നില്ല. അവരുടെ ശുശ്രൂഷകൾക്ക് വിശാലതയില്ല. സ്തോത്രം. അവർ വന്ന് അടുത്തിരുന്നാൽ അവർ പറഞ്ഞു തുടങ്ങിയാൽ തന്നെ വല്ലവനെയും കുറിച്ചുള്ള കയ്പിൻ്റെ കഥകളാണ് പറയുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ. അപ്പോൾ അവൻ പറയുന്നെങ്കിൽ അവൻ്റെ അധരത്തിലൂടെ ഒഴുകുന്നത് കയ്പ് കാടിയാണ് ഒഴുകുന്നത്. ഹേ സ്തോത്രം. ഒരു ഉറവയിൽ നിന്ന് കയ്പിനും മധുരത്തിനും എങ്ങനെ പുറപ്പെടാൻ പറ്റുമെന്ന് യാക്കോബ് ചോദിക്കുന്നു. ഒന്നുകിൽ നീ കയ്പിൻ്റെ ഏജന്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ ഏജന്റ് ആയിരിക്കും. അപ്പൊ കയ്പുള്ള ഒരുവന് ഒരിക്കലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചുമക്കാൻ, ദൈവത്തിനാൽ ഉപയോഗിക്കപ്പെടാൻ കഴിയത്തില്ല. യേശു കർത്താവിൽ കയ്പില്ലായിരുന്നു. ഒരിക്കൽ ഒരു മർമ്മം ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്, ആ അങ്കിൾ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഗുഡ്. സ്തോത്രം. ഈ പ്രസംഗം എല്ലായിടത്തും പോയി പറയണം കേട്ടോ. സ്തോത്രം. ബ്രദർ സുരേഷ് ബാബു പറഞ്ഞെന്ന് പറയല്ലേ, കർത്താവ് തന്നെന്ന് പറഞ്ഞാൽ മതി. യൂട്യൂബിൽ 3000-ലധികം പ്രസംഗമുണ്ട്. മുഴുവൻ നിങ്ങൾ കാണാതെ പഠിക്കാൻ കോപ്പിറൈറ്റ് ഞാൻ തന്നിക്കുക. എന്നിട്ട് സ്തോത്രം. ശബ്ദം എൻ്റെതെങ്കിലും ദൂത് ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. വല്ലപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. അത് സ്തോത്രം പോയി പ്രസംഗിച്ചോ. 10 പേര് ദൈവവചനം കേൾക്കട്ടെ, ജനം രക്ഷിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കയ്പുള്ളത്, നമ്മൾ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു എങ്കിൽ സ്തോത്രം, ആ കയ്പ് നമുക്കൊരു അനുഗ്രഹമേ അല്ല, അത് നമ്മളെ തകർക്കും. കയ്പുള്ള വ്യക്തിക്ക്, നീ കയ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് തന്നെ നീ ശത്രുവാണ്. ഈ പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയേ. പാമ്പിനെ കണ്ടിട്ടുള്ളവർ. മല്ലപ്പള്ളിയിൽ പാമ്പുണ്ടോ? റിയലി? അപ്പോൾ ഈ പാമ്പിൽ വിഷമുണ്ട്. പാമ്പിൽ വിഷമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും പാമ്പ് സ്വന്തം വിഷത്തിൽ ചത്തുപോയിട്ടില്ല. പാമ്പ് മറ്റുള്ളവരെ കടിക്കുമ്പോഴാണ് മറ്റുള്ളവരാണ് ചാകുന്നത്, അല്ലാതെ പാമ്പ് ചാകുന്നില്ല. സോ ഇതുപോലെയാണ് കയ്പുള്ള വ്യക്തി. കയ്പുള്ളവൻ, അവൻ്റെ അകത്ത് എന്തുകൊണ്ട്? വിഷമാണ്. പക്ഷെ അത് മറ്റുള്ളവരെയല്ല നശിപ്പിക്കുന്നത്, അത് സ്വയത്തെയാണ് നശിപ്പിക്കുന്നത്. അവൻ എനിക്കെതിരെ പാര പണിതു, അവൻ എനിക്കെതിരെ അപവാദം പറഞ്ഞു, അവനെ എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി എന്ന് നമ്മൾ ഇന്നലകളിലേക്ക് നോക്കി നമ്മളിങ്ങനെ പലരോട് കയ്പ് കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ നശിക്കുന്നത് നമ്മളാണ്. ഹല്ലേലൂയ. നമുക്കിനി കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പൊടി പിടിച്ച ഫയലുകളായിട്ടിരിക്കുകയാണ്. 1932 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടിപ്പോയപ്പോൾ, 1932 പറഞ്ഞത്, 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടിപ്പോയപ്പോൾ അവൻ എൻ്റെ പെൻസിൽ ഒടിച്ചു. 2-ാം ക്ലാസ്സിൽ എൻ്റെ സ്ലേറ്റ് തല്ലിപ്പൊട്ടിച്ചു. 3-ാം ക്ലാസ്സിൽ ബുക്കിൻ്റെ സ്റ്റിക്കർ വലിച്ചു മാറ്റി. 4-ാം ക്ലാസ്സിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പർ കീറി. 5-ാം ക്ലാസ്സിൽ മഴയത്ത് തള്ളിയിട്ടു എന്ന് തുടങ്ങി ചെറുപ്രായം മുതലേ അവര് ശരിയല്ല, ഇവർ ശരിയല്ല, മറ്റവർ ശരിയല്ല, ഇവരെനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി, അവരെനിക്കെതിരെ പ്രവർത്തിച്ചു, ഇവരെനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി, ഇവരെന്നെ കൊയറിൽ നിന്ന് ഇറക്കി വിട്ടു, മറ്റവരെൻ്റെ മൈക്കിന് വോളിയം തന്നില്ല, ആ പാസ്റ്റ് എന്നെ വളർത്തിയില്ല, ആ പ്രവാചകൻ ഞാൻ വീണു പോകുമെന്ന് പ്രവചിച്ചു എന്ന് ഇങ്ങനെയുള്ള പരാതിപ്പെട്ടി അങ്ങനെയുള്ളവർ നോക്കുമ്പോൾ സ്വർഗം പറയുന്നേ, എൻ്റെ മോൻ പരാതിപ്പെട്ടി പോകുന്നു, എൻ്റെ മോൻ പരാതിപ്പെട്ടി പോകുന്നു, ഇതാ എൻ്റെ മോൾ പരാതിപ്പെട്ടി പോകുന്നു എന്ന് പറയും. സോ ആ കയ്പിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തന്നെ കുഴപ്പമാണ്. പാമ്പ് വിഷമായിട്ട് നടക്കുമ്പോൾ പാമ്പിന് കുഴപ്പമില്ല. അപ്പോൾ കയ്പിനാൽ ബിറ്റർനെസ് ആൻഡ് അൺഫോർഗിവ്നെസ്, ക്ഷമിക്കാത്ത ഒരു ഹൃദയവും ക്ഷമിക്കാത്ത ഒരു മനസ്സുമായി കയ്പിനാൽ നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ വിഷം കുടിച്ചിട്ട് വേറൊരാൾ ചാകണമെന്ന് ആഗ്രഹിക്കുകയാണ്.
ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായ മക്കളെ? നമ്മൾ വിഷം കുടിച്ചിട്ട് വേറൊരാൾ ചാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിരിക്കുന്നു, വേറെ ചില സ്ഥലങ്ങളിൽ പോയാൽ ചിരിക്കത്ത് പോലുമില്ല. കാരണം അത്രയ്ക്ക് കയ്പിൻ്റെ കലിപ്പിലിരിക്കുകയാണ്. അത്രയ്ക്ക് കയ്പ്. ദൈവദാസന്മാർ പോലും, പാസ്റ്റർമാർ പോലും, പ്രാസംഗികന്മാർ പോലും പലത് സ്തോത്രം മനുഷ്യ ജീവിതത്തെ കയ്പിക്കുന്നു, പല കാര്യങ്ങൾ കയ്പിക്കുന്നു. ഒരു 7 പോയിന്റ് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. സ്തോത്രം. ഞാൻ പറഞ്ഞു ഈ ദൂതിൻ്റെ ഒന്നും ഞാൻ കട്ട് ചെയ്യത്തില്ല, കാരണം ശുശ്രൂഷ എൻ്റെതല്ല, ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തെ കയ്പിക്കുന്നത്? നമ്പർ 1, പാപം മനുഷ്യൻ്റെ ജീവിതത്തെ കയ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:23 വീട്ടിൽ പോയി ആ റെഫറൻസ് വായിച്ചു നോക്ക്. പാപം മനുഷ്യ ജീവിതത്തിന് കയ്പ് കൊണ്ടുവരുന്നു. പാപം നന്മയല്ല കൊണ്ടുവരുന്നത്, പാപം സ്തോത്രം മനുഷ്യ ജീവിതത്തിന് കയ്പ് കൊണ്ടുവരുന്നു. 2 അപ്പോസ്തല പ്രവൃത്തി 8:23. 2 രോഗം മനുഷ്യ ജീവിതത്തിന് കയ്പ് കൊണ്ടുവരുന്നു. രോഗം മനുഷ്യ ജീവിതത്തിന് കയ്പ് കൊണ്ടുവരുന്നു. യെശയ്യാ പ്രവചനം 38:17. യെശയ്യാ 38:17 ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം വന്നു. മരിക്കത്തക്ക രോഗം വന്നപ്പോൾ ആമോസിൻ്റെ മകനാകുന്ന യെശയ്യാ വന്നിട്ട് പറഞ്ഞു, നീ സൗഖ്യമാകുകയില്ല, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. എന്നാൽ ഹിസ്കിയാവ് ചുവരന് നേരെ മുഖം തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ ആയുസ്സിന് 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. 15 സംവത്സരം ഹിസ്കിയാവിന് ദൈവം അവൻ്റെ ആയുസ്സിനെ കൂട്ടിക്കൊടുത്ത് ദൈവം അത്ഭുതകരമായി അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ, അവനെ റിസ്റ്റോർ ചെയ്തപ്പോൾ ഹിസ്കിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, സ്തോത്രം, അതെ, സമാധാനത്തിനായി അത്യന്ത കയ്പായത് എനിക്ക് ഭവിച്ചു. എത്ര പേർ വായിച്ചിട്ടുണ്ട് ആ വാക്യം? സമാധാനത്തിനായി അത്യന്ത കയ്പായത് എനിക്ക് ഭവിച്ചു. അർത്ഥം, അത്യന്ത കയ്പായത് എനിക്ക് ഭവിച്ചു. രോഗം കയ്പാണ്. രോഗം അനുഗ്രഹമല്ല, രോഗം കയ്പാണ്. പാപം കയ്പാണ്. 2 രോഗം കയ്പാണ്. നമ്പർ 3 കലാമിറ്റികൾ. ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, താങ്ങാൻ കഴിയാത്ത കഷ്ടതകൾ കയ്പാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. സ്തോത്രം. ജീവിതത്തിൽ വരുന്ന കലാമിറ്റികൾ അല്ലെങ്കിൽ അതിരൂക്ഷമായ കഷ്ടതകൾ, അത് മനുഷ്യ ജീവിതത്തെ ഭയങ്കരമായി കയ്പിക്കും. അകാലമായ മരണങ്ങൾ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ ആയുസ് തികയാതെ പ്രിമച്വർ ഡെത്തൊക്കെ ചിലർക്കുണ്ടായപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, ചില മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു, ചില മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പതിറ്റാണ്ടുകൾ വീണ്ടും ജീവിച്ചിരിക്കേണ്ടവരാണ്. കോവിഡിൻ്റെ കാലത്ത് പെട്ടെന്ന് പോയി. അതിൻ്റെ ഡ്രാമയിൽ നിന്ന്, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇന്ന് വരെയും അവർ പുറത്തു വന്നിട്ടില്ല. അവരുടെ ദുഃഖങ്ങൾ, ദുഃഖത്തിന്മേൽ ദുഃഖത്തിൽ ജീവിക്കുന്നു. കഷ്ടതകൾ അവർക്ക് കയ്പായി തീർന്നിരിക്കുന്നു. മറ്റൊന്ന്, നിന്ന നിങ്ങളെ കയ്പിക്കുന്നു. നിന്ന, റിപ്രോച്ച്, നിന്ന നിങ്ങളെ കയ്പിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. സ്തോത്രം. പെനീന എന്ന് പറയുന്ന സഹോദരി ഹന്നയെ നിന്ദിക്കുകയാണ്. 1 ശമൂവേൽ 1:10. പെനീന, സ്തോത്രം, ഹന്നയെ, നിനക്ക് മക്കളില്ല, ഹന്നേ നിനക്ക് മക്കളില്ല, എനിക്ക് മക്കളുണ്ട്, നിനക്കില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത വിഷയം നോക്കി പെനീന ഹന്നയെ നിന്ദിക്കുകയാണ്. ഞാൻ ഒരു വാക്ക് നിങ്ങളോട് ചോദിക്കട്ടെ. ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ടവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. വൺ വേ ഓർ അതർ, ആരെയും നിങ്ങളെ നിന്ദിച്ചെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഒത്തിരി പേരുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമെന്നാണ് വിചാരിച്ചേ. കേൾക്കണം. പക്ഷേ നിന്ദിച്ചവരുടെ നടുവിൽ അവരുടെ മുൻപിൽ തന്നെ മാനിക്കുന്നവനാണ് ദൈവം. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്ത് ഈ സഭയെ നോക്കി ഒരു പ്രവചന ദൂതായിട്ടാണ് ഞാനത് പറയുന്നത്. നിന്ദിച്ചവരുടെ നടുവിൽ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. ഈ നിന്ദിച്ച പെനീന, ആ ഒറ്റ അധ്യായത്തിൽ അവളെ പേരുള്ളൂ. നിന്ദിച്ച പെനീന ആ ഒറ്റ അധ്യായത്തിലുള്ളൂ. പക്ഷേ സ്തോത്രം, ആ നിന്ന അനുഭവിച്ചതായ ഹന്നയുടെ മോൻ ശമൂവേൽ, അവൻ്റെ പേരിൽ 2 പുസ്തകമാണ് ബൈബിളിലുള്ളത്. മനസ്സിലായ? പെനീന ചില വാക്യങ്ങളിൽ ഒതുങ്ങി. എന്നാൽ ശമൂവേൽ എഴുതിയെന്നല്ല ഞാൻ പറഞ്ഞത്. ശമൂവേലിൻ്റെ പേരിൽ 1 ശമൂവേൽ 2 ശമൂവേൽ 2 പുസ്തകം തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിന്ദിച്ച നിന്ദകൾ, നമ്മൾ അനുഭവിക്കുന്ന നിന്ദകൾ വളരെ ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ മാന്യത ഒത്തിരി 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 വലുതായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ. എത്രയാ തീയതി? മെയ് മാസം 19-ാം തീയതി. ദൈവസഭയെ നോക്കി, ഈ ജനത്തെ നോക്കി, നിങ്ങളെല്ലാവരും നോക്കി പ്രവചനാത്മാവിൽ എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്, ഒരുങ്ങിക്കോ, ദൈവം തന്നെ മാനിക്കാൻ പോവാണ്.
ഒരുങ്ങിക്കോ. നിന്നിച്ചവിടെ മുൻപിൽ വ്യക്തിയായി, കുടുംബമായി, സഭയായി, ശുശ്രൂഷയായി, അങ്ങനെ നിന്നിച്ചവിടെ മുൻപിൽ തന്നെ ദൈവം നിങ്ങളുടെ ഗംഭീരമായി, ഭയങ്കരമായി ദൈവകൃപയാൽ മാനിക്കുവാൻ പോകുകയാണ്. ഈ മാലിന്യങ്ങൾ മനുഷ്യനെ കയ്പിലേക്ക് നടത്തും. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ, എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യുന്നു. അതിനർത്ഥം ദൈവകൃപയില്ലാതെ മറ്റുള്ളവനോട് കയ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് മറ്റുള്ളവർക്കെതിരെ പലരും കുറ്റം പറയുകയാണ്. ഫേസ്ബുക്കിൽ മറ്റുള്ളവർക്കെതിരെ കമൻ്റ് ഇടുകയാണ്. സ്തോത്രം. വേറുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ കാണുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നു. അതെല്ലാം നിങ്ങളെ കയ്പിക്കുന്നു. എന്താ മിണ്ടാത്തേ? നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ മാധുര്യത്തിലേക്ക് നടത്തുന്നു. 10 അധ്യായം വായിച്ചാൽ അത് നിങ്ങളെ പണിയുന്നു. അരമണിക്കൂർ അന്യഭാഷ പറഞ്ഞു നോക്ക്, അത് നിങ്ങളെ പണിയുന്നു. പക്ഷെ ഈ കാണുന്നതായ ഈ ചക്കച്ചമണിയും മാങ്ങാത്തുലിയും നിങ്ങളടുത്ത തലയിൽ വെക്കുമ്പോൾ അത് നിന്നെ കയ്പിലേക്ക് നടത്തുന്നു. സോ ഇന്നത്തോടെ ആ പരിപാടി നിർത്തിക്കോ. നീ ലൂസിഫറിന്റെ പത്രമല്ല വായിക്കേണ്ടത്, കർത്താവിൻ്റെ പത്രമാണ് നീ വായിക്കേണ്ടത്. അപ്പോൾ മാലിന്യം മറ്റുള്ളവരെ കുറിച്ചുള്ളതായ മാലിന്യം അത് തന്നെ കയ്പിലേക്ക് നയിക്കുന്നു. അപ്പോൾ പാപം കയ്പാണ്, രോഗം കയ്പാണ്, ദുഃഖങ്ങൾ കയ്പാണ്, നിന്ദകൾ കയ്പാണ്, മാലിന്യങ്ങൾ കയ്പാണ്, പിന്മാറ്റം കയ്പാണ്. 6ാമത് പിന്മാറ്റം കയ്പാണ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം, 3 പുരുഷന്മാരുടെ മരണം കണ്ടിട്ട് മോവാബിയ സ്ഥലത്ത് നിന്ന്, മോവാബിയ ദേശത്തിൽ നിന്ന് നവോമി ഇതാ ബെത്ലഹേമിലേക്ക് മടങ്ങി വരികയാണ്. ഭർത്താവ് മരിച്ചു, 2 ആൺപിള്ളേര് മരിച്ചു. അവരിതാ മടങ്ങി വരുമ്പോൾ ഇതാ നവോമി വരുന്നു എന്ന് ദേശത്തിൽ വലിയൊരു ശബ്ദമുണ്ടായപ്പോൾ അവൾ തിരിച്ചു പറയുന്നു, ഡോണ്ട് കോൾ മീ നവോമി ബട്ട് കോൾ മീ മാറ. എന്നെ നവോമി എന്ന് വിളിക്കരുത്, എന്നെ മാറ എന്ന് വിളിപ്പിൻ. മാറ എന്ന് വിളിപ്പൻ. എവിടെ പോയി? പിന്മാറ്റത്തിലാണ് പോയത്. മോവാബിയ ദേശത്തിലേക്ക് ഓടിപ്പോയി. ക്ഷാമം കണ്ടപ്പോഴേക്കും ദൈവം എനിക്ക് നിനക്ക് തന്നിട്ടുള്ളതായ ഒരു പ്രത്യേക അതിരുണ്ട്, ആ അതിര് വിട്ട് പുറത്തു പോകല്ലേ, അല്ലേ? അപ്പോൾ പിന്മാറ്റം നിങ്ങളുടെ ജീവിതത്തെ കയ്പിക്കുന്നു. ഒരിക്കലുണ്ടായിരുന്ന ദൈവകൃപ, ഒരിക്കലുണ്ടായിരുന്ന പ്രാർത്ഥന, ഒരിക്കലുണ്ടായിരുന്ന ഭക്തി, ഒരിക്കലുണ്ടായിരുന്ന ആത്മാവിൻ്റെ തീ കളഞ്ഞു കുളിച്ച ആരോ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, മടങ്ങുക. ചതഞ്ഞ ഓടെ ഓടിക്കാത്ത ദൈവം, പുകയുന്ന തിരികെ കിടത്താത്ത ദൈവം നിന്നെ പണിവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിന്നെ വീണ്ടും ബലപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പിന്മാറ്റം നിങ്ങൾക്ക് കയ്പാണ്. 7ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാം. സഭാപ്രസംഗി 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, മരണം കയ്പ് തരുന്നു. പ്രിയപ്പെട്ടവരുടെ മരണം കയ്പാണ്. 2022 ജൂലൈ മാസം 25-ാം തീയതി എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 86 വയസ്സായിരുന്നു. പക്ഷേ പപ്പ നല്ല വാർത്തയ്ക്ക് 85 വയസ്സ് വരെയും പപ്പ ഡ്രൈവ് ചെയ്യുമായിരുന്നു. 85 വയസ്സ് വരെ എൻ്റെ പിതാവ് ഡ്രൈവ് ചെയ്യായിരുന്നു. എൻ്റെ പിതാവ് ഭയങ്കര ഉത്സാഹിയായിരുന്നു. അതുകൊണ്ടാണ് മൂത്ത മോനായ എനിക്കും ആ നല്ല സ്വഭാവമുള്ളത്. ഞാനും നല്ലൊരു ഉത്സാഹിയാണ്. മനസ്സിലായോ? ഞാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നേ. ഇന്ന് രാത്രിയിലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് തിരിച്ചു പോകുന്നത്. ഇന്നലെ 5 സർവീസിന് ട്രിവാൻഡ്രത്ത് പ്രസംഗിച്ചു. നാളെ വൈകിട്ട് സ്തോത്രം അതെ നിർമ്മല പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും ഇതാണ് പരിപാടി. ഈ നല്ല സ്വഭാവം എന്താ മിണ്ടാതിരിക്കുന്നത്? നല്ല കാര്യമല്ലോ. അതെ, ഈ നല്ല സ്വഭാവം എനിക്ക് കിട്ടി എൻ്റെ പപ്പയിൽ നിന്നാണ്. എൻ്റെ പപ്പ നല്ലൊരു ഉത്സാഹിയായിരുന്നു. സഹോദരി സഹോദരന്മാരെ, എങ്കിലും സ്തോത്രം 86-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടും എനിക്കതൊരു ദുഃഖം തന്നെയാണ്. അതുകൊണ്ട് മരണം അതൊരു കയ്പ് തന്നെയെന്ന് സഭാപ്രസംഗി 7:25 പറയുന്നു. പെട്ടെന്ന് പറയാം ഒരിക്കൽ കൂടെ. പാപം കയ്പാണ്, രോഗം കയ്പാണ്, കഷ്ടതകൾ കയ്പിലേക്ക് നടത്തുന്നു. അത് റിപ്രോച്ച്, നിന്ദകൾ കയ്പ് തരുന്നു, മാലിന്യങ്ങൾ കയ്പിക്കുന്നു, പിന്മാറ്റം കയ്പിക്കുന്നു, മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കയ്പ് നൽകി തരുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു ആമുഖം മാത്രമാണ്.
ഇതൊരാമുഖം മാത്രമാണ്. സ്തോത്രം. നോക്കണമേ, എന്നാൽ കയ്പ് ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകില്ല. വീണുപോയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താ മക്കളെ? സ്തോത്രം. നോ പ്രോബ്ലം. അവിടെ ഞാൻ പ്രസംഗിക്കും വെള്ളം കുടിക്കാറില്ല. ഓക്കെ, അതെങ്കിലും നീ കൊണ്ടുവന്നല്ലേ. നല്ല വെള്ളമാടാ, ബ്യൂട്ടിഫുൾ വെള്ളം. സ്തോത്രം. ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് നന്നായിട്ട് റിലാക്സ് ചെയ്ത് കുടിച്ചിട്ട് കയറുമായിരുന്നു. ഹല്ലേലൂയ. ഇത് വീണുപോയ ലോകത്തിലാണ് ദൈവമക്കളെ നമ്മൾ ജീവിക്കുന്നത്. സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. 4 പോയിന്റ് ഞാൻ പറഞ്ഞു ലോകത്തെക്കുറിച്ച്. 1, ഇത് വീണുപോയ ലോകമാണ്. സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ലോകം നിങ്ങളെ നോക്കി ഹോശന പറയുമെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. ഈ ലോകം നിങ്ങളെ നോക്കി ഹോശന പറയുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനായി പോയി. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ ലോകം നിങ്ങളെ നോക്കി ക്രൂശിക്ക എന്ന് പറയും. അവൻ ലോകം നിങ്ങളെ നോക്കി ക്രൂശിക്കുന്നെങ്കിൽ കൈയടിച്ചല്ല ആരാധിക്കേണ്ടത്, നൃത്തം ചെയ്ത് ആരാധിക്കണം. മനസ്സിലായോ? ലോകം നിങ്ങളെ നോക്കി ക്രൂശിക്ക എന്ന് പറയുമ്പോൾ നൃത്തം ചെയ്ത് ആരാധിക്കണം. വായി നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ഇരുട്ടിന് വെളിച്ചത്തോടാണ് പോരാട്ടമുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ലോകം നിങ്ങളെ പകച്ചിരിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ എന്നെ പകച്ചിരിക്കുന്നു. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. അതുകൊണ്ട് ലോകം നിങ്ങൾക്ക് തിന്മയെ തരത്തുള്ളൂ, നന്മ പറയത്തില്ല. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്കെതിരെ കുറ്റം പറയും. നിങ്ങൾ എത്ര നന്നായി പ്രസംഗിച്ചാലും നിങ്ങൾക്ക് നേരെ നിങ്ങളെ അംഗീകരിക്കത്തില്ല. നിങ്ങളെല്ലാ ഞായറാഴ്ചയും വന്ന് ഏലിയാവ് ഒരിക്കലാണ് തീയിറക്കിയത്. നിങ്ങളെല്ലാ ഞായറാഴ്ചയും പുൽപ്പറ്റിൽ തീയിറക്കിയാലും ജനം പറയുന്നത് മിന്നാമിനുങ്ങ് പാറി എന്നായിരിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഗംഭീരമായി ഞാൻ പറയട്ടെ, ഒരുത്തനെ നിങ്ങൾക്ക് സമ്മതിപ്പിക്കാൻ പറ്റും. മനുഷ്യനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. നിങ്ങൾ എത്ര പാടിയാലും, നിങ്ങൾ എത്ര കീബോർഡ് വായിച്ചാലും, നിങ്ങൾ എങ്ങനെ യോഗം നടത്തിയാലും മനുഷ്യനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരുത്തൻ്റെ ഹൃദയത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താം. അത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്നത്തോടെ നിങ്ങൾ പാടിയിട്ട് ഇറങ്ങുമ്പോൾ, പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ, സഭ നടത്തുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെ നോക്കി ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടോ, കൊള്ളാമോ, കൊള്ളാമോ എന്ന് ചോദിക്കല്ല. നീ ചത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നീ ചത്ത് കിടക്കുമ്പോൾ പറയും കണ്ണടഞ്ഞിരിക്കുന്നു, കണ്ണടഞ്ഞിരിക്കുന്നു. പക്ഷെ മൂക്കടഞ്ഞിട്ടില്ലല്ലോ. മനസ്സിലായോ? മൂക്കടഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പക്ഷെ മൂക്കിൽ പഞ്ഞി വെക്കുന്നത്. ലോകത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പം ലോകത്തിൽ നിന്ന് വരുന്നതായ തിന്മയുടെ പെരുമാറ്റങ്ങൾ, തിന്മയുടെ വാക്കുകൾ, തിന്മയായ കാര്യങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് ദയവായിട്ട് കയ്പിനാൽ നിറയല്ല. നിങ്ങളുടെ മനസ്സ് കഴിച്ചുപോയാൽ, ഹൃദയം കഴിച്ചുപോയാൽ അവന് കുഴപ്പമില്ല. നിങ്ങളുടെ ലൈഫ് തൊലഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷ തൊലഞ്ഞു. കേൾക്കുന്നത് നിങ്ങൾ? നിങ്ങളുടെ അഭിഷേകം തൊലഞ്ഞു. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമാകണമെന്നാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം ഒരിക്കൽ കൂടെ. നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ. നിന്നിലൂടെ വലിയൊരു ദൈവപ്രവൃത്തി ഈ തലമുറയിൽ വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനെ തടയുവാൻ സാത്താൻ ചെയ്യുന്നത് ചില വ്യക്തികളെ ഉപയോഗിച്ച് വാക്കിലാൽ പ്രവൃത്തികളാലൊക്കെ നിന്നെ ഉപദ്രവിക്കുമ്പോൾ നിന്റെ ഹൃദയം കയ്ക്കും. ആ കയ്പ് നമ്മുടെ വായിലിങ്ങനെ കിടക്കുക. അതാണ് ഈ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ കയ്പിൻ്റെ വർത്തമാനം എങ്ങനെ പുറത്തു വരുന്നത്. ഇന്ന് രാത്രി ആ കയ്പിനെ തുപ്പിക്കളയണം. അടുത്തിരിക്കുന്ന ഒരാളിനെ നോക്കി ഒന്ന് നോക്ക്. അതാണ് ഏതായാലും കയ്പ് പോകേണ്ടതാ. ഒന്ന് നോക്ക്, എന്നിട്ട് പറ കയ്പിനെ തുപ്പിക്കളയണം. ഒന്ന് പറഞ്ഞേ. കയ്പിനെ തുപ്പണം. ഇന്ന് രാത്രി ആ കയ്പിനെ എന്ത് ചെയ്യണം? തുപ്പിക്കളയണം. ദൈവമക്കളെ, ഈ ദൂത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് വളരെ കൃത്യമായി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. രാത്രി എന്തെങ്കിലും
ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന മുഴുവൻ മഹത്വം അങ്ങോട്ട് കൊടുത്തോളാം. തിരുവചനത്തിൽ വളരെ 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 ശക്തന്മാരായി തീരേണ്ടവർ, വലിയ വലിയ പദ്ധതികൾ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഭൂമിയിൽ ചെയ്യേണ്ടവർ, അവർ തകർക്കപ്പെട്ടത് വ്യഭിചാരം കൊണ്ടല്ല, ചർച്ച് പൊളിറ്റിക്സ് കൊണ്ടല്ല, മോഷണം കൊണ്ടല്ല, കയ്പ് കൊണ്ടാണ്. എങ്ങോണ്ടൊക്കെ എത്തി ഭയങ്കരമായി ഉന്നതമായി പോകേണ്ട വലിയ വിമാനങ്ങൾ ഒരു ചെറിയ ഹെലികോപ്റ്റർ പോലെ ചെറിയ കാര്യങ്ങൾ അയച്ചപ്പോൾ തന്നെ അവൻ്റെ പരിപാടി തീർന്നു. കയ്പ് കൊണ്ട് അവൻ്റെ ജീവിതം തകർന്നു പോയി. സ്തോത്രം. കയ്പുണ്ട് എങ്കിൽ ആ കയ്പ് നിങ്ങളെ തകർത്ത് കളയും. കയ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് നിങ്ങൾക്ക് എത്തുവാൻ തക്കൊണ്ടും കഴിയത്തില്ല. 2 എക്സാമ്പിൾ പറഞ്ഞ് ദൈവകൃപയാൽ മുന്നോട്ട് പോയി. 2 വ്യക്തികളെ, 2 കേസ് സ്റ്റഡിയാണ് ഞാൻ പറയുന്നത്. 2 വ്യക്തികളെ കൊണ്ടുവരികയാണ്. ആ 2 വ്യക്തികളെ ജീവിച്ചിരുന്നത് ഒരു തലമുറയിലാണ്. ദാവീദിൻ്റെ തലമുറ 3000 വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. ദാവീദ് നമുക്കറിയാം. ദാവീദ് ഒരുപാട് ടൈറ്റിൽ ദാവീദിനെ കുറിച്ചുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും കേൾക്കണേ, നിങ്ങൾ ഒരിക്കലും ഒരു സിംഗിൾ ടൈറ്റിൽ അല്ല അറിയപ്പെടേണ്ടത്, നിങ്ങൾ മൾട്ടി ടൈറ്റിലാണ് ആയിരിക്കണം അറിയപ്പെടേണ്ടത്. ദാവീദ് പ്രൈസറായിരുന്നു, സ്തുതിക്കുന്നവനായിരുന്നു. 2 ആരാധിക്കുന്നവനായിരുന്നു. 3 യോദ്ധാവായിരുന്നു. 4 സൈന്യാധിപനായിരുന്നു. 5 ജൈൻ കില്ലർ, സ്തോത്രം, മല്ലനെ കൊന്നവനായിരുന്നു. പിന്നെ രാജാവായിരുന്നു. പുരോഹിത ശുശ്രൂഷ ചെയ്ത പുരോഹിതനായിരുന്നു. ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ അവൻ ചെയ്തു. പെട്ടെന്ന് കൊണ്ടുവന്നില്ലേ? പിന്നെ പ്രവാചകനായിരുന്നു. പ്രവചന ഗീതങ്ങൾ അവൻ പാടി, അല്ലേ? പ്രവാചകനായിരുന്നു. ഓർഗനൈസറായിരുന്നു. ദേവാലയം പണിയാൻ സകല കാര്യങ്ങളെ അവൻ ഓർഗനൈസ് ചെയ്തു. പിന്നെ ഇല്ലാത്ത മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അവൻ ഇൻവെന്റ് ചെയ്തു. ഇൻവെന്ററായിരുന്നു. കണ്ടുപിടിച്ചു. ഇല്ലാത്ത മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിനെ അവൻ കണ്ടുപിടിച്ചു. ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്നു. സ്തോത്രം. അവൻ പോയറ്റ്, ഗാനങ്ങൾ എഴുതുന്നവനായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ 12 പറഞ്ഞു. സോ ഇത്രയും ടൈറ്റിലുകൾ ദാവീദിലുണ്ടായിരുന്നു. മോശയെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ഈ തലമുറയിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശുവിന്റെ നാമത്തിൽ സിംഗിൾ ടൈറ്റിൽ അല്ല നിങ്ങൾ അറിയപ്പെടേണ്ടത്, മൾട്ടി ടൈറ്റിൽ. പക്ഷേ ബെർശേബ വിഷയത്തിൽ അവൻ മാത്രമല്ല ബാധിക്കപ്പെട്ടത്, അവന്റെ തലമുറയും ബാധിക്കപ്പെട്ടു. നീ പാപം ചെയ്യുമ്പോൾ നീ മാത്രമല്ല തൊലയ്ക്കുന്നത്, നിന്റെ തലമുറയെയും നീ തൊലയ്ക്കുകയാണ്. ദാവീദ് സ്തോത്രം പാപം ചെയ്തപ്പോൾ തൻ്റെ കുടുംബത്തിലേക്കും തൻ്റെ തലമുറയിലേക്കും സ്തോത്രം തകർച്ചയുടെ വാതിലിന് വേണ്ടി, തകർച്ചയ്ക്ക് വേണ്ടി, സ്തോത്രം പിശാചിന് വേണ്ടി വാതിൽ തുറന്നിട്ടു എന്ന് തന്നെ തുടർന്നുള്ള സംഭവങ്ങൾ പറയും. ഇസ്രായേലിന്റെ മധുര ഗായകൻ, സങ്കീർത്തനം എഴുതിയവൻ ബെർശേബ വിഷയത്തിൽ പാപം ചെയ്തു. അടുത്ത തലമുറ വന്നപ്പോൾ ദാവീദ് പോളിഗാമിയാണ്. പല ഭാര്യമാർ തനിക്കുണ്ടായിരുന്നു. നമുക്കറിയാം ബെർശേബയിൽ ദാവീദിനുണ്ടായിരുന്ന മകനായിരുന്നു ശലോമോൻ. ഒരിക്കൽ കൂടെ ബെർശേബയിൽ ദാവീദിനുണ്ടായിരുന്ന മോൻ്റെ പേരായിരുന്നു ശലോമോൻ. മറ്റൊരു ഭാര്യയിൽ തനിക്കുണ്ടായ മോനാണ് സ്തോത്രം അബ്ശലോമും താമാറും മറ്റൊരു ഭാര്യയിൽ തനിക്കുണ്ടായ മക്കളായിരുന്നു. മൂന്നാമത് വേറൊരു ഭാര്യയിൽ തനിക്കുണ്ടായ ഒരു മോനാണ് അമ്നോൻ. കേട്ടിട്ടുണ്ടോ? അമ്നോൻ മൂന്നാമത് വേറൊരു ഭാര്യയിൽ തനിക്കുണ്ടായ മക്കളാണ്. അപ്പോൾ ശലോമോൻ, അബ്ശലോം, താമാർ, അമ്നോൻ ഇവരെല്ലാവരും സഹോദരങ്ങളാണ്. ഈ ഇന്റർനെറ്റ് ജനറേഷനിൽ എല്ലാ ഫോണിലും മറ്റേ ചിത്രം കിട്ടും, അശ്ലീല ചിത്രേ. എല്ലാ ഫോണിലും മറ്റേ വീഡിയോയും കിട്ടും. അങ്ങനെ ഈ ഇന്റർനെറ്റ് ജനറേഷനിൽ സ്വന്തം അമ്മയെ, സ്വന്തം സഹോദരങ്ങളെ നേരെ വിടാതെ അശ്ലീലത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ തലമുറയിൽ ഇത്രയും പാപം പെരുകിയതുപോലെ വേറൊരു കാലവും പെരുകിയില്ല. പക്ഷെ അന്നും ഉണ്ടായിരുന്നു. ഒരു ദിവസം താമാറിനെ അമ്നോൻ കണ്ടപ്പോൾ, സ്വന്തം സഹോദരനാണ്, വേറൊരു അമ്മയുടെ മോനെന്നേ ഉള്ളൂ, അപ്പൻ സെയിമാണ്. അമ്നോൻ താമാറിനെ കണ്ടപ്പോൾ അവന് ഭയങ്കര അഭിനിവേശം ഉണ്ടായി. ഇവളെ എങ്ങനെയെങ്കിലും വേൾക്കണമെന്നുണ്ടായി. വീട്ടിൽ പോയി ആ ചരിത്രം വായിച്ചു നോക്കിയാട്ടെ, അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. അവരുടെ പാർട്ടി ഒരുക്കി. ആ പാർട്ടിയിൽ സ്തോത്രം താമാറിനെയും വിളിച്ചു വരുത്തി. സഹോദരങ്ങളാണ്, രാജകുമാരന്മാരും രാജകുമാരിമാരെല്ലാവരും ഉണ്ടായി. എല്ലാവരും പോകുന്നത് വരെ കാത്തിരുന്ന് അവസാനം എല്ലാവരും പോയപ്പോൾ, തക്കം കിട്ടിയപ്പോൾ താമാറിനെ അമ്നോൻ സ്തോത്രം ബലാത്കാരം ചെയ്തു. അവളുടെ ഹൃദയം തകർന്നു, അവരുടെ ശരീരം മലിനപ്പെട്ടു.
അവളുടെ മനസ്സ് ശിഥിലമായി, തലമുടി പിച്ചു ചിന്തി, വസ്ത്രം പറിച്ചു കീറി, അലമുറയിട്ട് കരഞ്ഞ് സ്വന്തം സഹോദരനായ അബ്ശലോമിൻ്റെ അടുക്കലേക്ക് താമാർ കടന്നു വന്നിട്ട് പറഞ്ഞു, ബ്രദർ, സഹോദര, എന്നെ അവൻ നശിപ്പിച്ചു. സഹോദരനാ അബ്ശലോം, അമ്നോൻ എന്നെ നശിപ്പിച്ചു, എന്തെങ്കിലും ചെയ്യണം. വേദപുസ്തകത്തിൽ ഞാൻ എൻ്റെ വേർഷനിൽ ഇങ്ങനെ പറയട്ടെ, അബ്ശലോം പറഞ്ഞു, സാരമില്ല, അപ്പൻ എന്തെങ്കിലും ചെയ്യും. ദാവീദ് എന്തെങ്കിലും ചെയ്യും. പക്ഷെ ദാവീദ് ഒന്നും ചെയ്തില്ല. ദാവീദിനൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം ആൾറെഡി ദാവീദ് വലിയ പ്രശ്നത്തിൽ കിടക്കുക. ഈ കെട്ടപ്പെട്ട കൈയുള്ളവന് വേറൊരുത്തൻ്റെ കെട്ടിനെ അടിക്കാൻ കഴിയത്തില്ല. ദാവീദ് തന്നെ ബെർശബ വിഷയത്തിൽ മാട്ടിക്കിടക്കുകയാണ്, അതിൽ നിന്ന് പുറത്തു വന്നില്ല. അപ്പം അപ്പൻ ഇന്നെന്തെങ്കിലും ചെയ്യും, നാളെ എന്തെങ്കിലും ചെയ്യും, അടുത്തയാഴ്ച എന്തെങ്കിലും ചെയ്യും, അടുത്ത മാസം എന്തെങ്കിലും ചെയ്യുമെന്ന് അബ്ശലോം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൻ ഒരു ചുക്കും ചെയ്തില്ല. അവൻ്റെ ഉള്ളിൽ കയ്പ് വളർന്ന് 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 വളർന്നു വന്ന് അബ്ശലോം ഒരു കയ്പിൻ്റെ പാത്രമായി. ഞാൻ ചോദിക്കുന്നു, ശ്രദ്ധിക്കുക, നീ കയ്പിൻ്റെ പാത്രമാണോ, നീ പരിശുദ്ധാത്മാവിൻ്റെ പാത്രമാണോ? വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് യു? നിന്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്? പറ. നിന്റെ ഉള്ളിലിരിക്കുന്നത് പരാതിയാണോ? നിന്റെ ഉള്ളിലിരിക്കുന്നത് ആരാധനയാണോ? നിന്റെ ഉള്ളിലിരിക്കുന്നത് കയ്പാണോ? നിന്റെ ഉള്ളിലിരിക്കുന്നത് കർത്താവാണോ? അബ്ശലോമിൻ്റെ ഉള്ളിലിരുന്നത് കയ്പായിരുന്നു. സെയിം അബ്ശലോം ഒരു വശത്തെ കയ്പിൻ്റെ വ്യക്തിയായി ദാവീദിൻ്റെ കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ, അതേ കൊട്ടാരത്തിൻ്റെ വേറൊരു കോണിലിരുന്ന ഒരു അപ്പച്ചനെ ഞാൻ കണ്ടു. അവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവൻ്റെ പേരാണ് സ്തോത്രം അഹീത്തോഫേൽ. എത്ര പേര് കേട്ടിട്ടുണ്ട് അഹീത്തോഫേൽ? അഹീത്തോഫേൽ എന്ന് പറയുന്ന ഒരു ജ്ഞാനിയായ മനുഷ്യനുണ്ടായിരുന്നു. അവൻ ആലോചനക്കാരനാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ആരാണ്? ആലോചനക്കാരൻ. ഹി വാസ് എ കൗൺസിലർ. ആ അഹീത്തോഫേൽ എന്തെങ്കിലും ആലോചന പറഞ്ഞാൽ അതനുസരിച്ചാണ് ദാവീദ് പോലും രാജ്യത്തിൽ ഭരിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് സ്തോത്രം അഹീത്തോഫേലിൻ്റെ ആലോചനയാണ്. അഹീത്തോഫേൽ ഒരു ആലോചന പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ വേറെ ഒരാളില്ല. അഹീത്തോഫേലിൻ്റെ ആലോചന രാജാവിനെ സ്വാധീനിക്കും, കൊട്ടാരത്തെ സ്വാധീനിക്കും, രാജ്യത്തെ സ്വാധീനിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയും, ഹി വാസ് ദ ഓറാക്കിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ മനുഷ്യനായിരുന്നു അഹീത്തോഫേൽ. ദൈവത്തിൻ്റെ ആലോചന പോലെയാണ് അഹീത്തോഫേലിൻ്റെ ആലോചന എടുക്കുന്നത്. സ്തോത്രം. എല്ലാവരും കരകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ അഹീത്തോഫേൽ സ്തോത്രം ഒരു ദിവസം കയ്പിനാൽ നിറയപ്പെട്ടു. കാര്യം എന്താണെന്നറിയോ? ദാവീദിനെതിരെ അഹീത്തോഫേലും കയ്പിനാൽ നിറയപ്പെട്ടു. കാര്യം എന്താണെന്നറിയോ? ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഈ ബെർശേബ എന്ന് പറയുന്നത് അഹീത്തോഫേലിൻ്റെ കൊച്ചുമോളായിരുന്നു. പോയി ഗ്രഹിക്കട്ടെ, ബെർശേബ എന്ന് പറയുന്നത് സ്തോത്രം അഹീത്തോഫേലിൻ്റെ കൊച്ചുമോളായിരുന്നു. ബൈബിൾ വായിക്കേ, തിരിച്ചുപോയി. സ്തോത്രം. അപ്പോൾ കൊച്ചുമോളുടെ ഭർത്താവ് ഊരിയാവിനെ ദാവീദ് തന്ത്രത്തിൽ കൊന്നുകളഞ്ഞു. ദാവീദിന് 13 ജനറൽസ് തൻ്റെ ആർമിയിലുണ്ടായിരുന്നു. തൻ്റെ പട്ടാളത്തിൽ ഏറ്റവും ഉന്നതരായ 13 പേരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഊരിയാവ്. അവൻ ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു, ലോയലായിരുന്നു, ഭയങ്കര വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തനെ സ്തോത്രം ദാവീദ് കൊന്നുകളഞ്ഞു. ഒരു വലിയപ്പച്ചന് സഹിക്കോ? എൻ്റെ കൊച്ചുമോളുടെ കുടുംബം കൊളകോരി അവളെ ഭർത്താവിനെ കൊന്നു. എന്നിട്ട് ആ കൊച്ചു പെണ്ണിനെ ഈ കളവൻ സ്തോത്രം രാജാവ് ദാവീദ് സ്വന്തം കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്തോത്രം അഹീത്തോഫേലിൻ്റെ ഉള്ളിൽ ഈ കയ്പിങ്ങനെ വളർന്നു. അപ്പോൾ ആ കൊട്ടാരത്തിൽ നോക്കിയേ, നിങ്ങൾ കണ്ടോ? ഒരു വശത്ത് സ്തോത്രം അബ്ശലോം കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു, മറുവശത്ത് അഹീത്തോഫേൽ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ കയ്പിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾ അബ്ശലോം, അപ്പുറത്ത് അഹീത്തോഫേൽ. ഈ 2 പേരും കൂടെ ഒരുമിച്ചങ്ങ് ചേർന്നു. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരേ ആത്മാവുള്ളവർക്ക് മാത്രമേ ഒരുമിച്ച് ചേരാൻ പറ്റത്തുള്ളൂ. ഒരാൾ മാത്രം നല്ലൊരു ആമേൻ പറഞ്ഞു. നിങ്ങൾ ചില സഭകളിൽ പോകുമ്പോൾ, ഇവിടെയല്ല, ഇവിടെ ഇനി എനിക്ക് വരണമല്ല, അതുകൊണ്ട് ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. ഈ നോണ പറയുന്നവർ ഒരുമിച്ചേ നിൽക്കത്തുള്ളൂ. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. ഞാൻ എന്തോ പറഞ്ഞേ? നുണ പറയുന്നവര്
ആ നുണയുടെ ആത്മാവ് അവരെ ഒരുമിച്ച നിർത്തുന്നത്, ആ ഗോസിപ്പ് ഒരുമിച്ച് നിന്നത്. പൊളിറ്റീഷ്യൻസ്, സഭാരാഷ്ട്രീയം നടത്തുന്ന പൊളിറ്റീഷ്യൻസ് അവരൊരുമിച്ചേ നിൽക്കത്തുള്ളൂ. അതുപോലെ പാട്ടുകാർ അവരൊരുമിച്ചേ നിൽക്കത്തുള്ളൂ. പ്രാർത്ഥനക്കാർ, ആൻറ്റി നീയും പ്രാർത്ഥിക്കുന്നു, നിൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റിയും പ്രാർത്ഥിക്കും, വാ നമുക്ക് ഒരുമിച്ചിരിക്കാം. ഓക്കെ. ആരാധനക്കാർ അവരൊരുമിച്ച്. സോ നിങ്ങളുടെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് എന്താണോ അതാണ് നിങ്ങളെ അടുപ്പിക്കുന്നത്. മനസ്സിലായോ? സോ അഹീത്തോഫേലിനെയും അതുപോലെ അബ്ശലോമിനെയും തമ്മിൽ അടുപ്പിച്ചത് ദാറ്റ് സ്പിരിറ്റ് ഓഫ് ബിറ്റർനെസ്, ആ കയ്പിൻ്റെ ആത്മാവാണ് അവരെ സ്തോത്രം ഒരുമിച്ച് അടുപ്പിച്ചത്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ദാവീദിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കേക്ക്, ഉള്ളിൽ കയ്പ് വെച്ചിട്ട് വേറൊരുത്തനെ ഒതുക്കാൻ നോക്കിയാൽ നീ ഒതുങ്ങത്തേ ഉള്ളൂ. ആരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. ഉള്ളിൽ കയ്പ് വെച്ചിട്ട് വേറൊരുത്തനെ ഒതുക്കാൻ നോക്കിയാൽ നീ ഒതുങ്ങത്തേ ഉള്ളൂ. അഹിത്തോഫേൽ ഭയങ്കര ബുദ്ധിമാനാ, ആലോചനക്കാരനാ. അവൻ പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ ആരുമില്ല. ഏറ്റവും വലിയ, രാജ്യത്തിലെ ഏറ്റവും വലിയ ആലോചനക്കാരനാണ്. ഒരിക്കൽ കൂടെ, രാജ്യത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അവൻ. ഒരു ആലോചന പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ വേറൊരാളുമില്ല. നമ്പർ 1 ബുദ്ധിമാൻ. ഇപ്പുറത്ത് കേൾക്കുന്നതായ അപ്പം നമ്പർ 1 ബുദ്ധിമാൻ. എല്ലാവരും പറഞ്ഞാട്ടെ, ബുദ്ധിമാൻ. ഒരിക്കൽ കൂടെ, ഏറ്റവും വലിയ ജ്ഞാനി. അവൻ്റെ ആലോചനയ്ക്ക് അപ്പുറം വേറെ ഒന്നുമില്ല. വേറെ ഇപ്പുറത്ത് നിൽക്കുന്നത് സ്തോത്രം അബ്ശലോം. അബ്ശലോം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ, സ്വാധീനിക്കുന്നവനാണ്. യവനെപ്പോലെ രാജ്യത്തിൽ വേറെ സ്വാധീനിക്കാൻ ആളില്ല. കാരണം അവൻ്റെ അപ്പൻ്റെ അടുത്ത് വരാത്ത ജനം യവൻ്റെ അടുത്ത് വരും. യവൻ രാജ്യത്തുള്ള ജനത്തെ സ്വാധീനിക്കുന്ന പോലെ സ്വാധീനിക്കാൻ വേറെ ആളില്ല. മാത്രമല്ല എന്തോ സൗന്ദര്യം എന്നറിയോ ആ ചെറുക്കന്. ആർക്ക്? അബ്ശലോമിന്. അവൻ്റെ മുടി നിങ്ങൾ കണ്ടായിരുന്നോ? അവൻ്റെ മുടി സ്തോത്രം നല്ല മുടിയുണ്ട്. ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്ക് പോലും മുടിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം ഒരു എയർപോർട്ടിൽ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ താടിയും മീശയും ഒക്കെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് ആൺകുട്ടിയായി. നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ പെൺകുട്ടി, പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ പെൺകുട്ടി, മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ ആൺകുട്ടി. ആണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വല്ലാത്ത ഒരു കാലമാണ് ഇത്. പക്ഷേ അന്ന് അബ്ശലോം നല്ല മുടിയുണ്ടായിരുന്നു. ഈ മുടി എന്ന് പറയുന്ന ഭയങ്കര പ്രൈഡാണ്. മുടി എന്ന് പറയുന്നത് അഭിമാനമാണ്, ഭയങ്കര അഭിമാനം. പക്ഷെ യേശു കർത്താവ് ആ വീട്ടിലിരുന്നപ്പോൾ ഈ കയ്യിൽ കനവും തലയിൽ കനവും ആയിട്ട് ഒരു പെണ്ണ് വരികയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന അലബാസ്റ്റർ ബോട്ടിൽ, അവളുടെ കയ്യിലുണ്ടായിരുന്ന വെൺകൽ ഭരണി അവൾ ഉടച്ചു. കയ്യിലെ കനത്തെ അവൾ ഉടച്ചു. തലയിലെ കനത്തെ അവൾ അഴിച്ചു. എന്നിട്ട് യേശുവിൻ്റെ പാദത്തിൽ ആ തൈലം ഒഴിച്ച് ആ മുടി കൊണ്ട് തോർത്തി അവൾ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. സോ അബ്ശലോമിന് ഭയങ്കര തലയിൽ കനവുണ്ടായിരുന്നു. കാര്യം നല്ല മുടിയായിരുന്നു, ഭയങ്കര സൗന്ദര്യമുള്ളവനായിരുന്നു. ഇസ് എ നമ്പർ 1 ഇൻഫ്ലുവൻസർ. ഇത്രയും ആ രാജ്യത്തെ ഇമ്പാക്ട് ചെയ്യാൻ, സ്വാധീനിക്കാൻ കഴിവുള്ള വേറൊരാളില്ല. അതായിരുന്നു സ്തോത്രം അബ്ശലോം. മറുവശത്ത് സ്തോത്രം ഇത്രയും ജ്ഞാനിയായ വേറൊരു അപ്പച്ചൻ, വേറൊരു സഹോദരൻ, വേറൊരു സ്ത്രീ, വേറൊരു സഹോദരി ആ രാജ്യത്തില്ല. അതായിരുന്നു അഹീത്തോഫേൽ. സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണമോ? സ്തോത്രം ഒരു ദിവസം കഴുതപ്പുറത്ത് അപ്പനെതിരെ യുദ്ധം ചെയ്ത് സ്തോത്രം അബ്ശലോം കടന്നു പോകുമ്പോൾ അവൻ്റെ മുടി തന്നെ അവന് പാരയായി തീർന്നു. അവൻ്റെ മുടി കരിവേലകത്തിൽ ചുറ്റി, ആകാശമില്ല ഭൂമിയുമില്ല എന്ന് പറഞ്ഞവൻ തൂങ്ങി നിന്നു. സ്തോത്രം ദാവീദിൻ്റെ പടയാളികൾ അവനെ കുത്തിക്കൊന്നു. അവൻ്റെ പരിപാടി തീർന്നു, കൈപ്പുള്ളവൻ തീർന്നു. 2 സ്തോത്രം അഹീത്തോഫേൽ എന്ന് പറയുന്ന സ്തോത്രം ആ മനുഷ്യൻ കൈപ്പിൻ്റെ ആലോചന ആർക്കെതിരെ പറഞ്ഞു കൊടുത്തു? ദാവീദിനെതിരെ അബ്ശലോമിനോട് പറഞ്ഞു കൊടുത്തു. കൈപ്പിൻ്റെ ആലോചന പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, കൃപയുടെ ആലോചന ഫലിക്കും, അഭിഷേകത്തിന്റെ ആലോചന ഫലിക്കും, കൈപ്പിൻ്റെ ആലോചന ഫലിക്കത്തില്ല. ബി കെയർഫുൾ. ഈ തലമുറയിൽ ജനം വലുതാകട്ടെ ചെറുതാകട്ടെ, പക്ഷേ കൈപ്പിന്റെ പ്രസംഗമല്ല പറയേണ്ടത്, കൃപയുടെ പ്രസംഗമാണ് പറയേണ്ടത്. ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയുടെ ആലോചനയായിരിക്കണം നമ്മുടെ ആദരത്തിലൂടെ പുറത്തു വരേണ്ടത്. കൈപ്പിന്റെ ആലോചന പറഞ്ഞു, അത് ഫലിച്ചില്ല. പുള്ളിക്ക് ഫ്രസ്ട്രേഷനായി. വീട്ടിലേക്ക് പോയി ആ നിരാശയിൽ കെട്ടിഞ്ഞാന്ന് അവൻ ചത്തു. കൈപ്പിനാൽ 2 പേർ നശിച്ചു പോയി. സഹോദരങ്ങളെ, 2 ചെറിയ കുട്ടികൾ, ചെറിയ വ്യക്തികളല്ല, ചെറിയ പുള്ളികളല്ല. ഏറ്റവും വലിയ ജ്ഞാനി പൊളിഞ്ഞത്,
സ്തോത്രം. കയ്പുള്ളത് കൊണ്ട് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ അബ്ശലോം തകർന്നത് കയ്പുള്ളത് കൊണ്ട്. ഇൻ ജീസസ് നെയിം. നമ്മൾ വലിയ മിടുക്കന്മാരായിരിക്കാം, നമുക്ക് പലരുമായിട്ട് പിടിപാടുകൾ കാണാം, നമുക്ക് പലരെ അറിയാമായിരിക്കാം. പക്ഷെ നിന്റെ അകത്ത് കയ്പുണ്ടെങ്കിൽ നിന്നെ അത് പൊളിച്ചു കളയും. നിന്റെ അകത്ത് കയ്പിരുന്നാൽ അത് നിനക്ക് പാരയാണ്. യേശുവിൻ നാമത്തിൽ ഇതാർക്കോ ഉള്ള അവസാനത്തെ വാണിംഗ് ആണ്, ലാസ്റ്റ് വാണിംഗ് ആണ്. ആ കയ്പ് കൊണ്ട് നടക്കല്ലേ, എടുത്ത് പുറത്തുകളാ. നമ്മൾ കയ്പ് ചുമക്കല്ല. നമ്മൾ കയ്പിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടിയാണ് ക്രൂശിൽ കർത്താവ് കയ്പ് ഏറ്റെടുത്തത്. ഒരിക്കൽ കൂടെ, നമ്മൾ കയ്പിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കയ്പ് ഏറ്റെടുത്തത്. എത്ര പേർ ആമേൻ പറഞ്ഞു? ക്രൂശ് പറഞ്ഞില്ലെങ്കിൽ എന്തോ പ്രസംഗ. കമാൺ, നിങ്ങൾ മിണ്ടുന്നില്ല. ക്രൂശ് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്തോ പ്രസംഗ. ഞങ്ങൾക്കൊരു കുട്ടി സഭ തിരുവനന്തപുരത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വെക്കുമ്പോൾ ഒരുപാട് ദൈവദാസന്മാരെ വിളിക്കും. പ്രത്യേകിച്ച് ഈ ചെറുക്കം പ്രാസംഗികന്മാരെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, യവൻ തീയ്, കാറ്റ്, വെള്ളം, അഭിഷേകം, പ്രവാഹം, സ്തോത്രം, വിടുതൽ, പിന്നെ മറ്റ് പരിപാടികൾ, കമ്പക്കെട്ട്, ഇതൊക്കെ യവൻ നിങ്ങളിവിടെ കമ്പക്കെട്ടെന്ന് പറയുമോ? കരിമരുങ്ങ് പ്രയോഗം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്തോത്രം. ഇങ്ങനെയുള്ള ഒരുപാട് ബഹളങ്ങളും ആരവാരങ്ങളും ഒക്കെ ഈ പുതിയ പ്രാസംഗികർ പറയും. പക്ഷേ യേശു ഒന്ന് മാത്രം പറയത്തില്ല. യേശു എന്ന് പറയാത്തവനോട് എനിക്ക് ഭയങ്കര കെറുവ. കാരണം യേശു നിമിത്തമാണ് നീ രക്ഷിക്കപ്പെട്ടത്. യേശു നിമിത്തമാണ് നീ ജീവനോടെ ഇരിക്കുന്നത്. യേശുവാണ് നിന്റെ മധ്യസ്ഥൻ. യേശുവാണ് നിനക്ക് വേണ്ടി ജീവനം നൽകിയത്. യേശുവാണ് നിന്നെ വീണ്ടും വരുന്നത്. ഹല്ലേലൂയ. സോ യേശുവിനെ മാറ്റി നിർത്തി ഒരു പ്രസംഗം ഇല്ല. ഒരിക്കൽ കൂടെ യേശു ഇല്ലെങ്കിൽ അതൊരു പ്രസംഗമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ലൈഫിന്റെ സകല പ്രശ്നങ്ങളെയും പരിഹാരം കർത്താവ് യേശുവാണ്. ഒരിക്കൽ കൂടെ, നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെ പരിഹാരം ക്രിസ്തുവിലുണ്ട്, യേശുവിലുണ്ട്. അല്ലാതെ സ്തോത്രം ദൈവദാസന്മാരെ ഈ തലമുറയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ബ്രദർമാരെ അറിയാം, കർത്താവിനെ അറിയത്തില്ല. ഈ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം സ്തോത്രം ദൈവദാസന്മാരെ അറിയാം, കർത്താവിനെ അറിയത്തില്ല. ഈ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം യൂട്യൂബിൽ നിന്ന് കേട്ടു, ഫേസ്ബുക്കിൽ നിന്ന് കേട്ടു, പക്ഷെ ബൈബിള് തുരുമ്പ് പിടിച്ച് മേച്ചപ്പുറത്തിരിക്കുക. എടാ, വല്ലവന്റെ ഛർദിലല്ല നീ കേൾക്കേണ്ടത്. നീ മുട്ടുമടക്ക്, നീ വാ തുറക്ക്, നീ വേദപുസ്തകം തുറക്ക്, നീ ബൈബിൾ വായിക്കണം, നീ ദൈവത്തോട് നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. സകല വിഷയങ്ങൾക്കും സ്തോത്രം പ്രതിവിധി എന്ന് പറയുന്നത് യേശുവാണ്. ഒരിക്കൽ കൂടെ, സകല വിഷയങ്ങൾക്കും പരിഹാരം ക്രൂശിലുണ്ട്. സോ കയ്പൽ നമ്മൾ തുടരല്. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്കും 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികൾ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. എത്ര മണിക്കൂർ പറ? എത്ര മണിക്കൂർ? യേശു കർത്താവ് എത്ര മണിക്കൂർ ക്രൂശിന്മേൽ തൂങ്ങി നിന്നു? 24 മണിക്കൂറോ? ഞാൻ നിങ്ങളുടെ പാസ്റ്ററായി വരണമല്ലോ. എത്ര മണിക്കൂർ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങി നിന്നു? 24 മണിക്കൂറോ? പറ. ഷെയിം. ഓൺലൈൻ ഉണ്ടല്ലേ? ഓൺലൈനാ? നാണക്കേടായി. നാട്ടുകാർ മുഴുവൻ കാണുക. സ്തോത്രം. പറ, എത്ര മണിക്കൂർ കാൽവരി ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു തൂങ്ങി നിന്നു? ഉദ്ദേശം പറ. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ. രാവിലെ 9 മണിക്ക് ക്രൂശ് ഉയർത്തപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. സോ എക്സാക്ട്ലി 6 hours, 6 മണിക്കൂർ നേരം. 6 മണിക്കൂർ നേരമാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങി നിന്നത്. ആ അവസാനത്തെ 6 മണിക്കൂർ തീരാറായി, മരിക്കാറായി. 6 മണിക്കൂർ തൂങ്ങി നിന്നപ്പോൾ എത്ര മൊഴികൾ പറഞ്ഞു? 7 മൊഴികൾ പറഞ്ഞു. 7 മൊഴികൾ പറഞ്ഞു. 6 മണിക്കൂർ തൂങ്ങി നിന്ന് 5 മൊഴിയും കർത്താവ് പറഞ്ഞു. 4 മൊഴികൾ കർത്താവ് പറഞ്ഞു. ആ 4ാമത്തെ മൊഴി ഇരുട്ടിലാണ് പറഞ്ഞത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അത് തുടർന്ന് പിന്നെ അങ്ങോട്ട് ഇരുട്ടാണ്. 12 മണി മുതൽ 3 മണി വരെ 3 മണിക്കൂർ നേരെ ഇരുട്ടാണ്.
സ്തോത്രം. അങ്ങനെ അവസാനത്തെ മണിക്കൂറാകുമ്പോൾ 3 മണിക്ക് മരിച്ചെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നവർ 2 മണിയൊക്കെ ആയപ്പോൾ പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഏകദേശം 1 മണിക്കൂറേ ഉള്ളൂ എന്നിരിക്കട്ടെ. അവസാനത്തെ മണിക്കൂറായപ്പോൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? പറയാം. അവസാനത്തെ മണിക്കൂറായപ്പോൾ യേശുവിൻ്റെ മനസ്സ് ഞാൻ പറയട്ടെ, എങ്ങനെയും ഈ വേദന ക്രൂശിൽ കിടക്കുക. ഈ വേദന എന്ന് പറയുന്ന തിരുവനന്തപുരം മലയാളത്തിൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ഈ വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ മല്ലപ്പള്ളി ബുദ്ധിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാനും കഴിയത്തില്ല. ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ വേദന, പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തതിനേക്കാൾ വലിയ വേദന. ആ വലിയ വേദനയിൽ കിടന്ന് കരയിൽ കിടന്ന് മത്സ്യം പിടയ്ക്കുന്നത് പോലെ യേശു കർത്താവ് പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ, കരയിൽ പിടയ്ക്കുന്ന മത്സ്യം പോലെ യേശു കർത്താവ് പിടച്ചിട്ടിരിക്കുമ്പോൾ കർത്താവ് വിചാരിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതി എന്നല്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നല്ല. ചിലർ പറയാറുണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. യേശു ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നല്ല. ഇനി ഈ ക്രൂശിൽ സഹിക്കാൻ കഴിയാത്ത വേദന കിടക്കുമ്പോൾ എങ്ങനെയും ഈ ക്രൂശിൽ നിന്നൊന്ന് ഇറങ്ങിയാൽ മതി എന്നല്ല കർത്താവ് ചിന്തിച്ചേ. കേക്ക്, യേശു ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ക്രൂശിൽ ഒന്ന് മരിച്ചാൽ മതി എന്നല്ല. യേശു ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ക്രൂശിൽ നിന്ന് ഒന്ന് ഇറങ്ങിയാൽ മതി എന്നല്ല. പകരം യേശു ചിന്തിച്ചത്, ആ വേദനയുടെ നടുവിൽ യേശു ചിന്തിച്ചത്, കേൾക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. യേശു ചിന്തിച്ചത് പ്രവാചകന്മാർ എന്നെക്കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ പിതാവായ ദൈവം എന്നെക്കുറിച്ച് അരുളി ചെയ്ത എന്തേലും കാര്യം ഇനി നിവർത്തിയാക്കാനുണ്ടോ? യോഹന്നാൻ 19:28 ഞാൻ പറഞ്ഞത്. തിരുവഴുത്ത് നിവർത്തിയാകേണ്ടതിന് വേണ്ടി, തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം. അർത്ഥം, സ്തോത്രം, യേശു കർത്താവ് ചിന്തിച്ചു, ഇനി എന്തെങ്കിലും നിവർത്തിയാക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിവർത്തിയാക്കാനുണ്ടോ? വേദനിച്ച് പെടച്ച് തകർന്ന് കിടക്കുമ്പോൾ, അത്രയും വേദന അനുഭവിച്ച ഒരു സ്ത്രീയില്ല, ഒരു പുരുഷനില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയും, അത്രയും വേദന അനുഭവിച്ച ഒരു സ്ത്രീയില്ല, ഒരു പുരുഷനില്ല. കത്തോലിക്കനല്ല, കത്തോലിക്കന് വേണ്ടിയല്ല, ഓർത്തഡോക്സിന് വേണ്ടിയല്ല, പെന്തിക്കോസ് ഗ്രൂപ്പിന് വേണ്ടിയല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ കിടന്ന് പിടയുകയാണ്. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ കിടന്ന് പിടയുകയാണ്. അങ്ങനെ യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് പിടയുമ്പോൾ അവൻ ചിന്തിച്ചു, ഇനി എന്തെങ്കിലും നിവൃത്തിയാക്കാനുണ്ടോ? അപ്പോൾ അവൻ ഓർമ്മ വന്നു, സങ്കീർത്തനം 69:21 നിവൃത്തിയാക്കിയില്ല. സങ്കീർത്തനം 69:21 പറയുന്നു, അവൻ ചൊറുക്ക കുടിക്കും, അവൻ കയ്പ് കാടി കുടിക്കും. ആ കയ്പ് കാടി ഇതുവരെയും കുടിച്ചില്ല. അതുകൊണ്ടാണ് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം അവൻ പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, കയ്പ് കാടി. ഒരിക്കൽ കൂടെ, കയ്പ് കാടി. അപ്പോൾ അക്കാലത്ത് റോമൻ സമ്പ്രദായം അനുസരിച്ച് ഒരാൾ ക്രൂശിൽ കയറുന്നതിന് മുൻപ് കയ്പ് കാടി കൊടുക്കാറുണ്ട്. ഒരിക്കൽ കൂടെ, ഒരാൾ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കയ്പ് കാടി കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപ് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന പോലെ, അനസ്തീഷ്യ കൊടുക്കുന്ന പോലെ. കാരണം ക്രൂശിലെ മരണമെന്ന് പറയുന്നത് അത്ര അതികഠിനമായ വേദനയാണ്. സ്വന്തം ബോധം നഷ്ടപ്പെട്ട തലച്ചോറിൻ്റെ ഞരമ്പ് പൊട്ടിത്തകർന്ന് പുലഭ്യം പറഞ്ഞാണ് മരിക്കുന്നത്, വട്ട് വന്നാണ് മരിക്കുന്നത്. സോ അതുകൊണ്ട് ക്രൂശിൽ കയറുന്നതിന് മുൻപ് കയ്പ് കാടി കൊടുക്കും. പക്ഷെ യേശു കർത്താവിനെ ഗോൽഗോത്തയിൽ എത്തിയ ഉടനെ കയ്പ് കാടി കൊടുത്തിട്ട് കർത്താവ് മേടിച്ചില്ല. കർത്താവ് പറഞ്ഞു വേണ്ട. ബാക്കിയുള്ള 2 കള്ളന്മാരുണ്ടല്ലോ, അവന്മാർ കുടിച്ചു. പക്ഷെ യേശു കയ്പ് കാടി കുടിച്ചില്ല. കാര്യം എന്താണെന്നറിയോ? നിന്റെ വേദന എന്തെന്ന് അറിയാനായി, നിന്റെ കണ്ണുനീരെന്തെന്നറിയാൻ, നിന്റെ ദുഃഖങ്ങൾ എന്തെന്നറിയാൻ. നീ രാത്രി യേശുപ്പച്ചാ, എന്നെ നിനക്കറിയത്തില്ലയോ? എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. എൻ്റെ ഭർത്താവ് എന്നെ അറിയുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയത്തില്ല, ഒരു ദൈവദാസൻ എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ പറയും, സ്വർഗത്തിലെ കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയാം. നിന്റെ വേദന ഞാൻ അറിയേണ്ടതിന് വേണ്ടിയാണ് ആദ്യം കയ്പ് കാടി ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. സോ 5-5.5 മണിക്കൂർ കയ്പ് കാടി ഇല്ലാത്തവനായി അവൻ ക്രൂശുമേൽ തൂങ്ങി നിന്ന്.
എന്നിട്ട് ആ വേദനയുടെ തലി, ഇത് എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. എനിക്കിതൊരു 10 കോടി രൂപയേക്കാൾ ഭയങ്കര വിലയുള്ളതായി തോന്നി. പോട്ടെ, നിങ്ങൾ മിണ്ടുന്നില്ല. 100 കോടി രൂപയുള്ളതിനേക്കാൾ എനിക്കത് വിലയുള്ളതായി തോന്നി. സ്തോത്രം. ആ വേദനയുടെ നടുവിലും യേശുവിൻ്റെ മൈൻഡ്, ഇനി എന്തെങ്കിലും ഫുൾഫിൽ ചെയ്യാനുണ്ടോ, ഇനി എന്തെങ്കിലും നിറവേറ്റാനുണ്ടോ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എത്ര പേരോട് പ്രസംഗിച്ചു എന്നല്ല. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എത്ര കോൺഫറൻസിന് പോയി, എത്ര ക്രൂസൈഡിന് പോയി, എത്ര ജനത്തെ നേടി, ഇതൊന്നും അല്ല. എത്രത്തോളം ദൈവവചനം നിന്റെ ജീവിതത്തിൽ നിവർത്തിയാക്കി, നിന്റെ ലൈഫിൽ എത്രത്തോളം ദൈവവചനം നിവർത്തിയാക്കി, അതാണ് ഏറ്റവും വലിയ സക്സസ്. നിങ്ങൾ കേട്ടോ? എത്ര പേരുടെ മുമ്പിൽ നമ്മൾ കീബോർഡ് പ്ലേ ചെയ്തു, നമ്മൾ പാട്ട് പാടി, എത്ര കോൺഫറൻസിന് പോയി, എത്ര വലിയ ജനക്കൂട്ടത്തിൽ പ്രസംഗിച്ച്, എത്ര പാസ്റ്റേഴ്സ്, ഇതൊന്നും അല്ല. നാട്ടുകാരോട് എത്ര പേരോട് വചനം പറഞ്ഞത്, അതല്ല സക്സസ്. എത്ര കോടികൾ സമ്പാദിച്ചു എന്നല്ല സക്സസ്. എത്ര പ്രാവശ്യം അമേരിക്കയിൽ പോയി എന്നതല്ല സക്സസ്. എത്ര വലിയ ഡിഗ്രി എടുത്തു എന്നതല്ല സക്സസ്. വലിയ വീടും നീളമുള്ള വലിയ കാറുമല്ല സക്സസ്. ഈ വചനം എത്രത്തോളം സ്വന്തം ജീവിതത്തിൽ നീ നിറവേറ്റി. വേദനയുടെ നടുവില് ആ പെടഞ്ഞു നിൽക്കുമ്പോഴും തൻ ചിന്തിച്ച് ഇനി എന്തേലും നിറവേറാനുണ്ടോ? വേദനിക്കുന്നവരുണ്ടോ? കരയുന്നവരുണ്ടോ? ഒറ്റപ്പെട്ടവരുണ്ടോ? ഇരുട്ടത്ത് കിടന്ന് പിടയ്ക്കുന്നവരുണ്ടോ? നീ ചിന്തിക്കേണ്ടത് അതാണ്, ഞാൻ ചിന്തിക്കേണ്ട അതാണ്. കർത്താവെ, എങ്ങനെയെങ്കിലും വേദനയിൽ നിന്ന് ഇറക്കണേ, അല്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കണമേ, അല്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെല്ലാം നടുവിൽ എന്നെ മാനിക്കണമേ, അല്ല. ഇനി എന്തെങ്കിലും എനിക്ക് നിറവേറ്റാനുണ്ടോ? അപ്പൊ മനസ്സിലായി, ഐ ഹാവ് ടു ടേസ്റ്റ് ദാറ്റ് ബിറ്റർ ഗോഡ്. ആ കയ്പ് കാടി ഞാൻ കുടിക്കണം. അതിനുവേണ്ടി അവനെ വിളിച്ചു പറഞ്ഞു, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. യേശു കർത്താവ് കയ്പ് കുടിച്ചു. യേശു കയ്പ് കുടിച്ചു, അവന് ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് കയ്പുമായി ഇന്ന് രാത്രി പുറത്തു പോകല്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരോടുള്ള കയ്പിനെ വിട്ടുകളാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നരകത്തിലെ സകല ഭൂതങ്ങളും നിങ്ങൾക്കെതിരെ പാര പണിയണം എന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യന് ഒരുമിച്ച് നിന്നാലും സർവശക്തന്റെ കയ്യ മടക്കി നിനക്കെതിരെയുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഒരു ചെറുക്കൻ പ്രധാനമന്ത്രിയാണ്, സ്വന്തം ദേശത്തല്ല അന്യദേശത്തെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ സ്വന്തം സഹോദരങ്ങൾ അസൂയക്കാരായി. അസൂയക്ക് അവൻ്റെ നന്മയെ തടയാൻ പറ്റിയില്ല. അവര് കോട്ടൂരിയെടുത്തു, അവൻ്റെ വസ്ത്രത്തെ ഊരി, സ്വപ്നത്തെ മോഷ്ടിക്കാൻ പറ്റിയില്ല. അടിമച്ചന്തയെ നിർത്തി, അടിമച്ചന്തയ്ക്ക് അവനെ തടയാൻ പറ്റിയില്ല. മറ്റേ അമ്മാമ അപവാദം പറഞ്ഞു, അവളെ അപവാദത്തിന് അവനെ തടയാൻ പറ്റിയില്ല. അവൻ കിടന്ന ജയിലിന് അവനെ തടയാൻ പറ്റിയില്ല. പാനപാത്രവാഹകൻ അവനെ മറന്നു കളഞ്ഞു, അവനെ തടയാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ പറയട്ടെ, ഒരു അവളുമാർക്കും ഒരു അവന്മാർക്കും ഒരു ഭൂതത്തിനും ഒരു മനുഷ്യനും നിനക്കെതിരെയുള്ളത്, നിനക്കുമായി ദൈവം കരുതിയിരിക്കുന്ന നിനക്കായുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയുവാൻ കഴിയത്തില്ല.
ഞാൻ ഒരിക്കൽ കൂടെ ആധികാരികമായി പറയട്ടെ, നിനക്കുള്ള നന്മയെ, നിനക്കുള്ള അനുഗ്രഹത്തെ, നിന്റെ ഉയർച്ചയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. രണ്ടുപേരെ തൊട്ട് നന്നായിട്ടൊന്ന് പ്രവചിച്ച് പറഞ്ഞേ, മൂത്തോക്കി പറഞ്ഞേ, നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. പറ, ഇംഗ്ലീഷിൽ പറ, ഐ എം അൺസ്റ്റോപ്പബിൾ. പറ 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 പറഞ്ഞു കൊടുക്ക. നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂതനെ ഈ സഭയിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളെ തടയാൻ ഇന്ന് രാത്രി മുതൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ നമ്മൾ കയ്പും കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലാക്കുക. അവർക്കാർക്കും നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് മേലാൽ ആരോടും കയ്പ് വെക്കല്ല. ഇന്ന് രാത്രി ശത്രുക്കളെല്ലാം ഇറക്കി വിടണം. എന്നിട്ട് പറയണം, അവരെല്ലാം എൻ്റെ മിത്രങ്ങളാണ്. ഇനി ഹാമാൻ ഉണ്ടെന്ന് വെച്ചോ, ഹാമാൻ. പക്ഷെ ഹാമാൻ നിന്നെ സല്യൂട്ട് ചെയ്യുന്ന ദിവസങ്ങളാണ് ഇത്. യേശുവിൻ്റെ നാമത്തിൽ നീ തൊലയണമെന്ന് കാത്തിരിക്കുന്ന, നിനക്കെതിരെ പാര പണിക്കുന്ന ആ വ്യക്തികളുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ അവൻ നിന്നെ സല്യൂട്ട് ചെയ്യും. ദൈവം തന്നെ മാനിക്കാൻ പോവാ. പ്രൊവൈഡഡ് നിന്റെ വാക്കിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ ആറ്റിറ്റ്യൂഡിൽ, നിന്റെ ബോഡി ലാംഗ്വേജിൽ, രഹസ്യത്തിൽ, പരസ്യത്തിൽ ഒരൊറ്റ കയ്പ് വെക്കല് എടുത്തുകളാ. കയ്പ് വേണ്ട, കയ്പ് വേണ്ട. എന്തോ വേണ്ട പറ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഷൗട്ട് ചെയ്ത് പറഞ്ഞേ. അപ്പോൾ ബ്രദർ സുരേഷ് ബാബു, ലൈഫ് മുഴുവൻ കഴിച്ചു പോയല്ലോ, ജീവിതം മുഴുവൻ കയ്പായിരുന്നു. കഴിഞ്ഞ വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളർന്നു വന്ന മുഴുവൻ കയ്പേറിയ പല അനുഭവങ്ങളാണ് എൻ്റെ ജീവിതം വന്നത്. പറയാൻ ഉത്തരവുണ്ട്, പറയാം. അങ്ങ് ദൂരെ ഒരു മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരു കുഞ്ഞു ചെടി, ചെറിയ പ്ലാന്റ്, ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ ഒരു ദിവസം മുളച്ചു വന്നു. മരുഭൂമിയിൽ അത് മുളയ്ക്കുക, പതുക്കെ വളർന്നു വരിക. മരുഭൂമി എന്ന് പറഞ്ഞാൽ പകൽ 55 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, രാത്രി ചിലപ്പോൾ 0 ആയിരിക്കാം, ചിലപ്പോൾ മൈനസും ആകും. എക്സ്ട്രീം ഹോട്ട് ആൻഡ് എക്സ്ട്രീം കോൾഡ്. എക്സ്ട്രീം വെതറിലാണ്, അസഹനീയമായ തണുപ്പിലും അസഹനീയമായ ചൂടിലുമാണ് വളരുന്നത്. അസഹനീയമായ സാഹചര്യത്തിലാണ് വളർച്ച. ഏതോ വീടിൻ്റെ അവസ്ഥകൾ അതാണ്. അസഹനീയമായ ചൂടിലും തണുപ്പിലും ആ ചെടി വളരുകയാണ്. കുറച്ചത് വളർന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞ് അതല്പം ഒരു കുറ്റിച്ചെടിയായപ്പോൾ, ചെറിയ പ്ലാന്റ് ആയിരുന്നു, ഇപ്പോൾ ഒരു കുറ്റിച്ചെടിയായപ്പോൾ ചുറ്റും ഒരു ദിവസം ഇങ്ങനെ നോക്കി. മക്കളെ, ചുറ്റും ഒരു ദിവസം ഈ ചെടി ചുറ്റും ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുള്ള ഒരു കുളം കിടക്കുന്നത്, ഒരു ജലാശയം കിടക്കുന്നത് കണ്ട് ചെടിക്ക് ഭയങ്കര സന്തോഷമായി. നിൽക്കുന്നത് മരുഭൂമിയാണ്, പക്ഷെ കുറച്ചപ്പുറത്ത് വെള്ളമുണ്ട്. ചൂടെന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഒടുക്കത്തെ ചൂടാ, പക്ഷെ കുറച്ചപ്പുറത്ത് വെള്ളമുണ്ട്. അപ്പം ചെടിക്കൊരു സന്തോഷം തോന്നി. എങ്ങനെയെങ്കിലും എൻ്റെ വേര് ആ ജലാശയത്തിലേക്ക്, ആ കുളത്തിലേക്കൊന്ന് ഇറങ്ങിയാൽ ജീവിതം രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും വേര് ആ ജലാശയത്തിൽ, ആ കുളത്തിൽ ഇറങ്ങിയാൽ ലൈഫ് രക്ഷപ്പെട്ടു. ഉള്ള വേരുകൾ മുഴുവൻ അത് അങ്ങോട്ട് അയച്ച് വലിയ പ്രതീക്ഷയോടെ ആ ജലാശയത്തിലേക്ക് ആ വേര് ഇറങ്ങിച്ചെന്ന് അല്പം വെള്ളം അത് ആഗിരണം ചെയ്തപ്പോ അയ്യോ, മുഴുവൻ കയ്പ, ഭയങ്കര കയ്പ. ഇത് സാധാ വെള്ളമല്ല. പറ, എന്തോ വെള്ളം? കയ്പ് വെള്ളം. വേര് മുഴുവൻ കയ്പായി പോയി. മരമല്ലേ, പറിച്ചിട്ടോടാൻ പറ്റുമോ? മരത്തിന് വേരല്ലേ ഉള്ളൂ, കാലില്ലല്ലോ. കാലുണ്ടായിരുന്നെങ്കിൽ ഒരു ട്രാൻസ്ഫർ വാങ്ങി മാറിപ്പോകാമായിരുന്നു. പറ്റത്തില്ല, മരം അവിടെ നിന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. ആ കയ്പിലെ വെള്ളം ആഗിരണം ചെയ്തു, വേരിലെല്ലാം കയ്പായി. നീ
ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്റ്റമ്പിൽ തടിയിൽ നല്ല കയ്പായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശിഖരങ്ങളിൽ കയ്പായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞു ശിഖരങ്ങളിൽ കയ്പായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാ ഇലയിലും കയ്പായി. ചുരുക്കി പറയാം, കയ്പിന്റെ മരമായി. മരുഭൂമിയിലാണ് ജീവിതം. സ്തോത്രം. മുഴുവൻ ഇപ്പോൾ കഴിച്ചിരിക്കുകയാണ്. പറിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, കഴിച്ചുപോയി. ആരുടെയോ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയുകയാണ്, പറിച്ചിട്ട് പോകാൻ പറ്റത്തില്ല ബ്രദറെ, ലൈഫ് കഴിച്ചുപോയി. ഇട്ടിട്ട് ഓടാൻ പറ്റത്തില്ല. കാരണം സ്തോത്രം, ലൈഫ് കഴിച്ചുപോയി. എനിക്കൊരു വിടുതലുണ്ടോ? എനിക്കൊരു വിടുതലുണ്ടോ? എൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടോ? ഇതിനൊരു വ്യത്യാസമുണ്ടോ? നിലവിളിച്ചില്ലേ? ചോദിച്ചില്ലേ? എന്നും കണ്ണുനീരാണോ? എന്നും നിന്നയാണോ? എന്നും നഷ്ടമാണോ? എന്നും അപമാനമാണോ? ചോദിച്ചില്ലേ? മരുഭൂമിയിൽ നിന്ന് കയ്പനുഭവിച്ച് ആ മരം വളരുകയാണ്. ആ മരം വളർന്നു നല്ല മരമായി. ഒരു ദിവസം മരം നല്ല മരമായിരിക്കുമ്പോൾ ഇതാ ഒരു കൂട്ടർ വരുന്നു. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടരല്ല, 30 ലക്ഷം ജനം വരികയാണ്. 30 ലക്ഷം ജനം വരികയാണ്. അപ്പോൾ 30 ലക്ഷം ജനം 3 ദിവസം വെള്ളം കിട്ടാതെ വരികയാണ്. 30 ലക്ഷം ജനം 3 ദിവസത്തെ വെള്ളം കിട്ടാതെ വന്ന് അവസാനം നേരത്തെ മരം കണ്ടതായ ആ വെള്ളം കണ്ടപ്പോൾ 30 ലക്ഷം ജനം പറഞ്ഞു, ഇതോ വെള്ളം കിടക്കുന്നു. അപ്പൊ അവർക്കൊരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ കുടിച്ചോ. ആ പാസ്റ്റർ പേരെന്തോ? എക്സാക്ട്ലി നിങ്ങൾക്ക് എന്നെ അറിയാം, പിന്നെ എന്തിനാ എന്നെ വിളിച്ചേ? ഹല്ലേലൂയ. മോശ പറഞ്ഞു, നിങ്ങൾ കുടിച്ചോ. 3 ദിവസം വെള്ളം കാണാതെ കിടന്നവരല്ലേ, പെട്ടെന്ന് കുടിച്ചോ. പക്ഷെ അവർ ഓടിപ്പോയി വെള്ളം കുടിച്ചു. വെള്ളം വായിൽ കൊണ്ടതിന്റെ 7 മടങ്ങ് വേഗതയിൽ അവർ പുറത്തേക്ക് തുപ്പി. ഈ 30 ലക്ഷം പേർ ഒരുമിച്ച് നിരന്ന് നിന്ന് തുപ്പിയാൽ എങ്ങനെയിരിക്കും? പഞ്ചായത്ത് മുഴുവൻ തുപ്പൽ കൊണ്ട് നിറയത്തില്ലയോ? 30 ലക്ഷം പേർ സ്തോത്രം നിരന്ന് നിന്ന് തുപ്പുക. എവരെ തുപ്പലോട് തുപ്പല്. ഈ തുപ്പലിന്റെ ശബ്ദം കേട്ട് ഒരാൾ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മരം നിന്ന് പൊട്ടിച്ചിരിക്കുക. മരം നിന്ന് പൊട്ടിച്ചിരിക്കുക. മരമേ നീ എന്തിനാ ചിരിച്ചത്? അവർക്ക് 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അവർക്ക് കയ്പനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ കൂടെ, അവർക്ക് 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കയ്പനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാനുണ്ടല്ലോ, ഞാൻ ജീവിതകാലം മുഴുവൻ കഴിച്ചിരിക്കുക. ഇന്ന് അനേകർക്ക് ചെറിയ വിഷയങ്ങളിൽ വാടുകയാണ്, ചെറിയ വിഷയങ്ങളിൽ തളരുകയാണ്, ചെറിയ വിഷയങ്ങളിൽ ആത്മഹത്യ ചെയ്യാണ്, ചെറിയ വിഷയങ്ങളിൽ കുടുംബങ്ങൾ ഇട്ടേച്ചു പോകുകയാണ്. ആൻഡ് സോ ഓൺ. അവർക്കല്പം പോലും കെൽപ്പില്ല, അവർക്കല്പം പോലും ബലമില്ല. പക്ഷെ ചില മരങ്ങളുണ്ട്, അവർ പറയും, നോ, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ഫീബിൾ അല്ല, ഞാൻ സ്ട്രോങ് ആണ്. എത്ര മരുഭൂമിയെങ്കിലും, എത്ര ഒറ്റത്തടിയെങ്കിലും, എത്ര കയ്പെങ്കിലും, എൻ്റെ പിടുത്തം നിയമസഭയിലല്ല, എൻ്റെ പിടുത്തം രാഷ്ട്രീയത്തിലല്ല, എൻ്റെ പിടുത്തം സ്വർഗത്തിലാണ്. ദൈവം എനിക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര്? ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പക്ഷേ ആ കയ്പ് കാടി അല്ലെങ്കിൽ മാറ എന്ന പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അവിടെ മരമെന്ന പരിഹാരവും കൂടെയുണ്ട്. നിങ്ങൾ കേട്ടില്ല? അവിടെ പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൊട്ടടുത്ത് പരിഹാരമുണ്ട്. ഇന്ന് രാത്രി നിനക്ക് പ്രശ്നത്തെ ദൈവം അനുവദിച്ചെങ്കിൽ അവൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. പരിഹാരം ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രശ്നം അനുവദിച്ചത്. പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടെങ്കിലേ പരിഹാരം നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കത്തുള്ളൂ. അപ്പുറത്തൊരു മാറയുണ്ടെങ്കിൽ, മോശേ ഇപ്പുറത്തൊരു മരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കയ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വൃക്ഷത്തെ വളർത്തി. അപ്പം വൃക്ഷം നിൽക്കുക. മോശേ മറ്റ് വൃക്ഷങ്ങൾ നടക്കത്തില്ല, ഇതേ നടക്കത്തുള്ളൂ. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പറയുന്നോ, നീ പോയാലേ ആ വിടുതൽ നടക്കത്തുള്ളൂ, നീ കൈവച്ചാലേ ആ ക്യാൻസർ അപ്രത്യക്ഷമാകത്തുള്ളൂ.
നിന്റെ ദൂതിലായിരിക്കും ആത്മാക്കൾ വിടിവിക്കപ്പെടുന്നത്. യെസ് 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 യെസ്. നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. കമാൺ, ശബ്ദം ഉയർത്തി കരങ്ങൾ അടിച്ചാരാധിക്ക്. നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. മോശേ, മോശേ, ആ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റാൻ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മരമുണ്ട്. ആ വൃക്ഷത്തെ എടുത്ത് ആ വെള്ളത്തിലിടുമ്പോൾ കയ്പ് മധുരമായി തീരും. ഒരിക്കൽ കൂടെ ആ വൃക്ഷത്തെ എടുത്ത് ആ വെള്ളത്തിലിടുമ്പോൾ മധുരമായി തീരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. തുടർന്നുള്ള മാസങ്ങൾ ഞാൻ കാണുന്നു, തുടർന്നുള്ള വർഷങ്ങളിൽ അത് വെളിപ്പെടുവാൻ പോകുന്നു. വേറെ ആര് പോയാലും നടക്കാത്തത്, വേറെ ആരിലൂടെയും സാധിക്കാത്തത് ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. യെസ് യെസ് യെസ്. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. യെസ്, ഏറ്റെടുക്ക, ഏറ്റെടുക്ക. Come on, come on, come on, come on. Yes. Hallelujah. വേറെ ആര് പറഞ്ഞാൽ പോകാത്ത ഭൂതം നീ പറയുമ്പോൾ വിറച്ചു പോകട്ടെ. വേറെ ആര് പ്രാർത്ഥിച്ചിട്ട് മാറാത്ത രോഗം നിന്നിലൂടെ സൗഖ്യമാകട്ടെ. വേറെ ആര് പോയാലും സ്നാനപ്പെടാത്ത ജനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെടട്ടെ. ഞാൻ ഇന്ന് രാത്രി അടുത്ത് പറയുന്നത് വളരെ പ്രൊഫറ്റിക്കാണ്. മറ്റൊരുത്തൻ തോറ്റെടുത്ത്, മറ്റുള്ളവർ തോറ്റെടുത്ത് ജയത്തിന്റെ കൊടി ഉയർത്തുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ തോറ്റെടുത്ത് നീ ജയിപ്പാൻ പോകുക. ഹല്ലേലൂയ. സമരം അത്രയും വർഷം അവിടെ നിന്നതിന്, വ്യതയും വേദനയും അനുഭവിച്ചത് അമാറെ മധുരമാക്കാൻ വേണ്ടിയാ. ഞാൻ നിർത്തി 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. കണ്ണുനീര് തിന്മയ്ക്കല്ല, വേദന തിന്മയ്ക്കല്ല, കയ്പ് അനുഭവിച്ചത് തിന്മയ്ക്കല്ല. സ്തോത്രം. നിനക്കത് വേദനയായിരിക്കാം, നിനക്കത് വ്യഥയായിരിക്കാം, നിനക്കത് വ്യഥയും വേദനയും കണ്ണുനീരുമായിരിക്കാം. പക്ഷെ നീ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടർ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടർക്ക്, ഓ കമാൺ, യെസ് യെസ്, ക്യാൻ യു സീ ദാറ്റ്? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നു? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നു? നീ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടർക്ക് നീ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടർക്ക് നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയാതെ കഥാവ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. എഫ് മേജർ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒന്നും തിന്മയ്ക്കല്ല. നീ മുറിവേറ്റത്, നീ വേദനിച്ചത്, ഒരു മരുഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ നീ യാത്ര ചെയ്തത്, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ കടന്നു വന്നത് ഒന്നും ദൈവം അറിയാതെയല്ല. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണം. നിന്റെ പേരിൽ ചില വിടുതലുകളുണ്ട്. അൺകോമണായി എല്ലാവരിലൂടെ നടക്കുന്നതല്ല, വേറെ ആരിലൂടെയും നടക്കാത്തത്. ഞാൻ ഈ ദൂത് പറഞ്ഞു വെച്ച് പോകും, പക്ഷെ ഈ ദൂത് പോകത്തില്ല. ഈ ദൂത് നിന്നിൽ നിന്ന് ഫലം കായ്പാൻ വേണ്ടി പോകുകയാണ്.
ഈ ദൂത് ഇന്ന് രാത്രി വേറെ ആരുടെ നടക്കാത്തത് ദൈവം നിന്റെ കൂടെ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എത്ര പേർ പറയും യെസ്? മരുഭൂമിയിലാണ് ജീവിതം, ഒറ്റപ്പെട്ടതാണ് അവസ്ഥ, കയ്പുകളാണ് അനുഭവം. പക്ഷെ ദൈവം ഉപയോഗിക്കണമെന്ന് പറയുന്നവരെ കരങ്ങൾ ഉയരട്ടെ. മരുഭൂമിയാണ് ജീവിതം, ഒറ്റപ്പെട്ടതാണ് അവസ്ഥ, കയ്പേറിയതാണ് അനുഭവം. പക്ഷെ അതിൻ്റെ നടുവിലും ദൈവം എന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ദൈവം എന്നെ ഉപയോഗിക്കണം. ആ കരങ്ങൾ ഉയർത്തിയവർ കഴിവത് മുന്നിലേക്ക് വന്നേ, കഴിവത് മുന്നിലേക്ക് വന്നേ. നമുക്കൊന്നും പ്രാർത്ഥിച്ചു പിരിയാം. കം ടു ദ ഫ്രണ്ട് റൈറ്റ് നൗ. വേഗത്തിൽ മുന്നിൽ വന്നേ, വേഗത്തിൽ മുന്നിൽ വന്നേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മാറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മാറപിടിച്ചു. ദാതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തച്ചു. ദാതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തച്ചു. ഇരുകരങ്ങളെ ഉയർത്തി നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാവരും ചേർത്ത് പറഞ്ഞേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സർവ നന്മകൾക്കും സർവ ദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. പറഞ്ഞേ സർവ നന്മകൾക്കും സർവ ദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. കരങ്ങളെ ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വളരെ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും വളരെ നന്ദിയാൽ. കരങ്ങൾ ഉയർത്തി ജനം പറഞ്ഞേ അങ്ങേ ഞാൻ. എല്ലാവരും സ്തുതിച്ചിടുന്നു. ഹൃദയത്തിൽ നിന്ന് അങ്ങേ ഞാൻ സ്തുതിച്ച് നിർബന്ധമായി കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നിർബന്ധമായി കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ജീവിതം കഴിച്ചുപോയി. മരുഭൂമിയിൽ ലൈഫ് കഴിച്ചുപോയി. ഇട്ടേച്ചോടാൻ പറ്റത്തില്ല, കഴിച്ചുപോയി. ചെറിയ പ്രായം മുതലേ കഴിച്ചുപോയി. ക്ലാസ്സിൽ വേറെ ആർക്കും ഇല്ലാത്ത കയ്പ്, ബന്ധുക്കളിൽ ആർക്കും ഇല്ലാത്ത കയ്പ്, ചർച്ചിൽ ആരും അറിഞ്ഞില്ല, അറിയാൻ പറ്റത്തില്ല. പക്ഷെ കച്ച് ജീവിക്കുക. പക്ഷെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ തൊട്ടാലേ ആ വെള്ളത്തിൻ്റെ കയ്പ് മാറത്തുള്ളൂ. അതുകൊണ്ട് ആരോടും കയ്പ് വേണ്ട. മറ്റുള്ളവർ നിനക്കെതിരെ അപവാദം പറഞ്ഞു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുണ്ടാക്കി, മറ്റുള്ളവരെ വേദനിപ്പിച്ചു, അവർ ചതിച്ചു, അവർ കൂടെ നിന്ന് കുതികാല് വെട്ടി, അവർ നിനക്ക് നേരെ എല്ലില്ലാത്ത നാവ് വിളച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു. പക്ഷെ കണ്ണുനീരോടെ 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 അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലല്ല, കോടതിയിലല്ല, പറയേണ്ടവനോട് തല ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ എല്ലാം അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പറഞ്ഞെന്നില്ല. ആരൊക്കെയാണ് നിനക്ക് കയ്പുള്ള വിഷയങ്ങളെ, കയ്പുള്ള പ്രശ്നങ്ങളെ തന്നത്? പറ. ആ കയ്പുകളെ പറഞ്ഞുകള, എന്നേക്കുമായി പറഞ്ഞുകള. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കയ്പിൻ്റെ ആത്മാവിനെതിരെ ഞാൻ കടന്നു വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ every spirit of bitterness I am coming against you now in Jesus name. യേശുവിൻ്റെ നാമത്തിൽ സകല കയ്പിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ചിന്താ മണ്ഡലത്തിൽ നിന്ന്, അതേ വാക്കുകളിൽ നിന്ന്, ആറ്റിറ്റ്യൂഡുകളിൽ നിന്ന്, പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് സകല കയ്പിൻ്റെ ആത്മാവേ ഇപ്പോൾ വിട്ടുമാറുക.
എല്ലാ കയ്പും മാറിപ്പോകട്ടെ. എല്ലാ കയ്പും മാറിപ്പോകട്ടെ. തന്നെ കാണിച്ചു കൊടുത്ത യൂദയെ പോലും, സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചതുപോലെ കയ്പില്ലാത്ത ഒരു ഹൃദയം തന്നാട്ടെ, കയ്പില്ലാത്ത വാക്കുകൾ തന്നാട്ടെ. യേശുവെ പോലെ ആകുവാൻ, യേശുവൻ വാക്ക് കേൾക്കാൻ, യേശുവെ പോലെ ജീവിപ്പാൻ. സെയിം ആസ് ജീസസ്, യേശുവിനെ പോലെ. കാരണം അങ്ങ് ഞങ്ങളുടെ കയ്പിനെ ഏറ്റെടുത്തത് ഞങ്ങൾ കയ്പില്ലാതെ ജീവിപ്പാനാണ്. അനുഗ്രഹമാക്കും, നടത്തും. ഞാൻ ആമേൻ പറഞ്ഞില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ പ്രോബ്ലംസ് ഉണ്ടാക്കിയ പലരും മരിച്ചിട്ടില്ല. കൂടെ നിങ്ങൾക്ക് നേരെ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കിയ ചിലർ മരിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? ബൈബിൾ പറയുന്നു, സങ്കീർത്തനം പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശത്രുക്കളെ മുൻപിൽ മേശയൊരുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ആ മേശ കണ്ടിട്ട് മാത്രമേ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതം കണ്ടിട്ട് മാത്രമേ. കാരണം അവൻ മരിച്ചു പോയാൽ പിന്നെ പോയി, അവൻ രക്ഷപ്പെട്ടു. അവൻ മരിച്ചാൽ രക്ഷപ്പെട്ടു, അവരെ രക്ഷപ്പെട്ടു. പക്ഷെ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, ഒരുപാട് ഉദാഹരണം ബൈബിളിലുണ്ട്, ഒരുപാട് ഉദാഹരണം ബൈബിളിലുണ്ട്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, അവരെന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നിന്റെ നന്മയെ അവർക്ക് തടയാൻ പറ്റിയില്ല. അത് കണ്ടിട്ടേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് കണ്ട് നിന്റെ മക്കള്, നിന്റെ കൊച്ചുമക്കള്, ഒരിക്കൽ കൂടെ നിന്റെ മക്കള്, നിന്റെ കൊച്ചുമക്കള് തലമുറയെ അനുഗ്രഹിക്കപ്പെട്ടത് കണ്ടിട്ട് മാത്രമേ നിങ്ങൾക്കും പോകാൻ പറ്റത്തുള്ളൂ. ഈ കുട്ടി മീറ്റിങ്ങിൽ കർത്താവുണ്ട്. കമാൺ കമാൺ, ശബ്ദമുയർത്തി നന്ദി പറയോ. വിശ്വസ കർത്താവേ, നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാരെങ്കിലും രോഗികളാണെങ്കിൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഉച്ചതല മുതൽ പാദം വരെ അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും കർത്താവ് അവരുടെ മേൽ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. പൂർണ്ണ വിടുതലായി നന്ദി. കയ്പില്ലാത്തവരായി അനേകരെ ആശ്വസിപ്പിക്കാൻ, അനേകർക്ക് ആനന്ദം കൊടുക്കാൻ, അനേകർക്ക് വിടുതൽ കൊടുക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും അവിടുന്ന് ബലപ്പെടുത്തും. കർത്താവിൻ്റെ നാമത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹമാക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എഫ് മേജർ തന്നെ മോനെ, എഫ് മേജർ. യെസ്, കരങ്ങളി അടിച്ച് കർത്താവിനെ പാടി സ്തുതിച്ചാണ്. എൻ ദൈവമേ, എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ പഠിക്ക വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. ആരുമില്ലേക്കു ദോഷം ചെയ്യുവാൻ ഇന്ദ്രിക്കുവാൻ നേരിടുന്നതെല്ലാം, ഇന്ദ്രിക്കുവാൻ നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായെന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ
എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ മോദമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ ആ കരങ്ങളെല്ലാം ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി ഓ ആരാധന 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 ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓ കേൾപ്പിച്ച ദൂതന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി വിടുതലായിട്ട് പകൽക്കാലം രാത്രി നന്ദി പറഞ്ഞുകൊണ്ട് ആരാധന എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. വചനം ഏറ്റെടുത്ത ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ അത് വലിയ ഒരു ഹല്ലേലൂയ കൊയ്ത്തിന്റെ ദിവസങ്ങളായി മാറുവാൻ വേണ്ടി 30, 60, 100 മേനിയായി ഇത് ഫലം കായ്ക്കുന്ന കാണുവാൻ ഹല്ലേലൂയ, സ്തോത്രം. ആ ദൂതിനകത്തെ ഓരോ വാക്കുകൾ നമ്മൾ കേട്ട ഓരോ വാക്കുകൾ ഏറ്റെടുത്തവരെ ഇന്നു മുതൽ അത് അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ, അവരുടെ സ്വന്തം ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരെ ദൈവം ആക്കിയിരിക്കുന്ന മേഖലകളിൽ അവരിൽ കൂടെ ഈ ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും നാളും ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് മറ്റുള്ളവരുടെ കയ്പിനെ മാറ്റുവാൻ വേണ്ടി ഒരു അഭിഷേകം നമ്മളിൽ ദൈവം പകർന്നിരിക്കുകയാണ്. കയ്പിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, ജീർണിച്ച അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വേദനയുടെ അവസ്ഥയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ വേദന കൂട്ടുവാനല്ല, ജീർണിച്ച അവസ്ഥയ്ക്ക് ഒന്നുകൂടെ ജീർണത ആക്കാനല്ല, വേദന ഒന്നുകൂടെ കൂട്ടുവാനല്ല, ആ വേദന മാറുന്ന നിമിഷമായി മാറണം. ആ ജീർണിച്ച അവസ്ഥ ജീവന്റെ അവസ്ഥയായി മാറണം. ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്നത് എന്നിൽ കൂടെ വ്യാപരിക്കുന്ന യേശുവിൻ്റെ അഭിഷേകം, യേശുവിൻ്റെ അഭിഷേകത്തെ കൂടി ഞാൻ കടന്നു ചെന്നാൽ എത്ര വേദനിക്കുന്ന അവസ്ഥയായാലും അവിടെ ജീവൻ വ്യാപരിക്കും, അവിടെ സന്തോഷം വ്യാപരിക്കും, കയ്പ് മാറും. അത് എന്നിൽ കൂടെ നിന്നിൽ കൂടെ നമ്മൾ ഓരോരുത്തരിൽ കൂടെ നടക്കട്ടെ. ഈ ദേശത്തിന്റെ കയ്പ് മാറുവാൻ, ഈ ദേശത്തിന്റെ കയ്പ് മാറുവാൻ എന്നെ നിങ്ങളെയും വിളിച്ച് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നതിനായിട്ട് നമുക്ക് ഏറ്റെടുത്ത് സന്തോഷം ചെയ്യാം, സ്തോത്രം ചെയ്യാം. കടന്നു വന്ന ദൈവദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നമുക്ക് വേണ്ടി വിളമ്പി തരുവാൻ കർത്താവിന്റെ ദാസനെ അഭിഷേകത്താൽ നിറച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മളെ എണ്ണത്തിലല്ല വലിപ്പം, നമ്മൾ ഓരോരുത്തരും വ്യാപരിക്കുന്നത്. എന്തിനാധികം ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആ ശക്തിയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം, അതിലായിരിക്കാം. പ്രത്യേകിച്ചും ഹല്ലേലൂയ കൊയർ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ വെൻസനെ, സഹോദരി ബ്ലെസ്സിയെ, ഹല്ലേലൂയ ഷീഫനെ, ഹല്ലേലൂയ പ്രിയ മകൻ കർത്താവെ ഫ്ലൂട്ട് വായിച്ച് നമ്മളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. നമ്മുടെ പാസ്റ്റർ ശോഭിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കോശി പാഷനായിട്ട്, ഷാജി പാഷനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ഓരോ കുഞ്ഞുങ്ങളും നിറഞ്ഞു ശോഭിക്കുവാൻ വേണ്ടി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നാളത്തെ ഹല്ലേലൂയ സഭാരാധന രാവിലത്തെ മീറ്റിങ്ങിനെ ഓർത്ത് കർത്താവിന് സമർപ്പിക്കാം. നാളെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന ദൈവദാസന്മാർ രാവിലെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ അനോക്ക് കടന്നു വരുന്നു. അനോക്ക് ധർമ്മകൻ, ഹല്ലേലൂയ ധർമ്മകൻ പാസ്റ്ററിന്റെ മകനാണ്. വളരെ അഭിഷേകത്തിൽ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. ആ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈകിട്ട് നമ്മുടെ കർത്താവിന്റെ ദാസൻ PC ചെറിയാൻ കടന്നു വരുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ കൂടുതൽ ശക്തിയോടുകൂടി പ്രയോജനപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവദാസന്മാർ അവരുടെ കൂടി വ്യാപരിക്കുന്ന അഭിഷേകം അല്ലെങ്കിൽ പകർച്ചപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ വേണ്ടി കർത്താവിന്റെ ദാസൻ കോശി പാഷനെ ക്ഷണിക്കുകയാണ്. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയോട് ഈ രണ്ടാമത്തെ സെക്ഷനിലും നിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവേ അവിടുത്തെ ശ്രേഷ്ഠഭൃത്തിനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ല കർത്താവേ. ഞങ്ങൾ വചനം കേട്ട് മടങ്ങുന്നവരായിട്ടല്ല, വചനം അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്ത് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് അനുവർത്തിക്കേണ്ടത് അനുവർത്തിക്കുവാൻ കർത്താവേ ഈ വചന കേൾവിയിലൂടെ അടിയങ്ങളെ സഹായിക്കണമേ എന്ന്
ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇങ്ങനെ കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിപ്പാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠഭൃത്യൻ സജീവ് പാഷയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത പ്രേരണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലവും ഈ രാത്രിവേളയിലും ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ തൻ്റെ ദാസന്മാരെ ഞങ്ങൾക്കായിട്ട് അയച്ചല്ലോ. വചനം കേട്ട് കർത്താവേ ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ ഒരു മഹാമാരി ഞങ്ങൾക്ക് അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് മല്ലപ്പള്ളി എന്ന പേരിൽ കർത്താവേ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അതെല്ലാം ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾക്ക് അനുഗ്രഹമായി വരുവാൻ കൃപയായിടമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ രാത്രിവേളയിലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നാളെ കടന്നു വരുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പ് അനുഭവങ്ങൾ അത് മാറുവാൻ സന്തോഷത്തോടെ, ഐക്യതയോടെ, സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ച് ഈ ദേശത്ത് ഈ സഭയുടെ പേര് ശോഭനീയമായി തീരുവാൻ നമുക്ക് ഐക്യതയോടെ പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാവേളയിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പിച്ചല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഒന്നായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണേ. കർത്താവെ നാളത്തെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. മടക്ക് യാത്രയിൽ തിരുസാന്നിധ്യം തരണം. ഭവനത്തിലെത്തുവോളം കൃപയിൽ സൂക്ഷിക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ ഇടയാകാതെ സൂക്ഷിക്കണം. മുഴുവൻ മഹത്വവും തമ്പുരാന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്ര. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കരുതലും കാവലും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും സന്ധ്യാവേളയിൽ വചനം ശുശ്രൂഷിച്ച മടക്കയാത്രയിലായിരിക്കുന്ന കർത്തൃദാസനോട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ആമീൻ.